ഔലിയാക്കളിൽ വളരെ പ്രധാനിയും ഇന്ത്യക്കാരായ നമുക്ക് അഭിമാനിക്കാനാവുന്നതുമായ വിലായത്തിന്റെ വലിയ സ്ഥാനം കൈവരിച്ച ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറ ഖാജ തങ്ങൾ വഫാത്താകുമ്പോൾ പ്രകാശത്തിന്റെ മഷി കൊണ്ട് അവിടുത്തെ നെറ്റിത്തടത്തിൽ എഴുതിയ ഒരു വാക്കുണ്ടല്ലോ, മാത ഹബീബുല്ലാഹി ഫീ ഹുബ്ബില്ലാഹ്, അള്ളാന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ വഫാത്തായി എന്നാണ് ആ എഴുത്തിന്റെ താല്പര്യം. അങ്ങനെ നമുക്ക് മരണപ്പെടണം. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി വഫാത്തായി എന്ന വാക്കിന്റെ അർത്ഥവും ആശയവും അതിൻ്റെ ഉത്സാരവും അതിൻ്റെ അകക്കാമ്പും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഒരു പുരുഷായുസ് ഇവിടുന്ന് തീരുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ടാണ് ഇവിടുന്ന് വിട പറയുന്നത് എന്നാണല്ലോ ആ എഴുത്തിന്റെ താല്പര്യം. ജീവിതം എങ്ങനെയായാലും മരണം നന്നാവണം എന്നുള്ളത് അജണ്ടയാവണം. മരണം നന്നാവണമെങ്കിൽ ജീവിതം നന്നാവണം. മരണം നന്നായാലേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. എങ്ങനെ ജീവിച്ചോ അങ്ങനെ മരണപ്പെടും, എങ്ങനെ മരണപ്പെട്ടോ അങ്ങനെ പുനർജന്മമുണ്ടാകും. ഇതാണ് ഇസ്ലാം സിദ്ധാന്തിക്കുന്നത്. വുളൂയിലായി ജീവിച്ചയാൾക്ക് മരണപ്പെടുമ്പോഴും വുളൂ ഉണ്ടാവും. സ്വലാത്തിലായി ജീവിച്ചയാൾ മരണപ്പെടുമ്പോൾ സ്വലാത്തിലായിരിക്കും. ദർസിലായി ജീവിച്ച ആലിമീങ്ങൾ വഫാത്താവുന്നത് ദർസെടുക്കുന്ന ഘട്ടത്തിലായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നു. തളിപ്പറമ്പ് എന്ന പ്രദേശമുണ്ട് കണ്ണൂർ ജില്ലയിൽ. ആ തളിപ്പറമ്പിലെ നെരിക്കോട് എന്ന സ്ഥലത്ത് നെരിക്കോട് ഉസ്താദ് നമുക്കൊക്കെ ഏറെ എന്താ കാരണം? ജീവിക്കുമ്പോൾ കുറേ ദിക്റുകൾ ചൊല്ലി ദിക്ർ ഹൽക്കക്ക് നേതൃത്വം നൽകി ജലാലിയ റാത്തീബിന്റെ നേതാവായി വളർന്നു. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, കുറേ ദിക്റുകൾ ചൊല്ലിയപ്പോൾ അഅദ്ദല്ലാഹു ലഹും അജ്റൻ, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നു, വലിയ പ്രതിഫലം നൽകുന്നു. അതാണ് എങ്ങനെ ജീവിച്ചോ അങ്ങനെ മരണപ്പെടും, എങ്ങനെ മരണപ്പെട്ടോ അങ്ങനെ പുനർജന്മം ഉണ്ടാവും. അതാണ് ഖാജ തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. മാത ഹബീബുല്ലാഹി ഫീ ഹുബ്ബില്ലാഹ്. ഈ അടുത്തൊരു മഹാന്റെ ചരിത്രം വായിച്ചു. ആ മഹാന് വഫാത്തായി കഴിഞ്ഞിട്ട് ശിഷ്യന്മാര് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, ഉസ്താദെ എന്തുണ്ടായിരുന്നു മരണവേദന? എന്ത് മരണവേദന? അല്ല, മരണപ്പെടുമ്പോൾ വേദന ഉണ്ടാവും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഉസ്താദ് മരണപ്പെട്ടല്ലോ, വേദന എങ്ങനെ ഉണ്ടായിരുന്നു? അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തേ? കുന്തു അത്തഅമ്മലു മസ്അലതൻ, ഞാനിങ്ങനെ കിതാബ് നോക്കുന്ന ഒരു ശീലമുള്ള ആളായിരുന്നു. കിതാബിന്റെ ഒരു മസ്അല ഇങ്ങനെ നോക്കി ചിന്തിക്കുകയായിരുന്നു. വലം അശ്ഉർ ബി ഖുറൂജി റൂഹി, അസ്റായീൽ എന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. അസ്റായീൽ എന്റെ അടുത്ത് പിടിച്ചു കൊണ്ടുപോയി. ഞാനപ്പോഴും കിതാബിന്റെ മസ്അല ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയ സമ്മാനാണത്. എങ്ങനെ ജീവിച്ചോ അങ്ങനെ മരണപ്പെടും കൂട്ടുകാരെ. അതാണ് ഞാൻ തുടക്കത്തിൽ ഒരു ഹദീസ് ഓതിയത്. ആ ഹദീസിനെ ആധാരമാക്കിയിട്ടാണ് ഇന്നത്തെ സംസാരം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വിജയിക്കാനാണ്. ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടണം എന്ന് ആരും ചിന്തിക്കില്ല. എത്ര തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും വിജയിക്കണമെന്നേ അയാൾക്കും പൂതി ഉണ്ടാവും. ജയിക്കണം എങ്ങനെയെങ്കിലും തെറ്റ് ചെയ്തു പോകുന്നതാണ് ഉസ്താദേ എന്നേ അവരും പറയൂ. വിജയിക്കാൻ എന്താണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപാരമായ ചിന്ത കൊണ്ട് അവിടുന്ന് പറയുകയാണ്. പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നീ ആദ്യം പഠിക്കൂ.
അധികാളും പരാജയപ്പെടുന്നത് ഇന്ന പേപ്പറിനാണ്. SSLCക്ക് കെമിസ്ട്രിക്കാണ്, ഇംഗ്ലീഷിനാണ്, +2 അക്കൗണ്ടൻസിയാണ് എടുത്തതെങ്കിൽ, BCom ആണ് പഠിക്കുന്നതെങ്കിൽ ഇന്ന പേപ്പറാണ്, ബിസിനസ് സ്റ്റഡിയാണ്, എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടൻസി ആണെന്നൊക്കെ പറയാറില്ല. എന്തിനാ ഇത് പറയുന്നത്? ഇതിന് പരാജയപ്പെടാനല്ല, ഇത് ശ്രദ്ധയോടെ പഠിച്ചോളി, വിജയിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. അപകട മേഖല എന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ചില സ്ഥലത്ത് ബോർഡ് കാണാറില്ല. അവിടെ അപകടത്തിൽ പെടണം എന്നതുകൊണ്ടല്ല അവിടെ ബോർഡ് സ്ഥാപിച്ചത്. ശ്രദ്ധിക്കണം, ഇതൊരു ആക്സിഡന്റ് സോണാണ്. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാട്ടുതീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ തീ പിടിക്കും, നീ തീയിൽ വെന്തു മരിക്കണം എന്നാണോ? അല്ല. അഥവാ തീ പിടിച്ചിട്ടില്ലെങ്കിൽ നീ തീ കൊടുക്കണം എന്നാണോ? അതുമല്ല. പിന്നെന്താ അർത്ഥം? കുറച്ചൊന്ന് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇടിമിന്നൽ വരുമ്പോൾ ഇന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ജാഗ്രത പുലർത്തണം എന്നൊക്കെ പറയാറില്ലേ? ഉണ്ട്. അതിന്റെ ഒക്കെ അർത്ഥം, അതിന്റെ ഒക്കെ താല്പര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ്. ഇതേപോലെ നമുക്ക് സ്നേഹമുള്ള, നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച, നമ്മൾ തന്നെ സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മളെക്കാൾ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 2 അനുഗ്രഹങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ആഖിറത്തിൽ പലരും പരാജയപ്പെടുന്നത്. ആ 2 അനുഗ്രഹങ്ങളെ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അയാൾ വിജയിക്കും. 90% +2 കുട്ടികളും തോൽക്കുന്നത് ഇന്ന പേപ്പറിനാണ് എന്ന് പറഞ്ഞാൽ ബാക്കി പേപ്പറിന് തോൽക്കാറില്ല എന്നല്ല, കൂടുതൽ ആള് തോൽക്കാറ് ആ പേപ്പറിനാണ്. മോനെ, നീ അത് ശരിക്കും പഠിച്ചാൽ നിനക്ക് വിജയിക്കാം. അനുഗ്രഹങ്ങൾ വേണ്ട പോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാര് പരാജയപ്പെടുക. എന്നാലും മഖ്ബൂനുൻ ഫീഹി മാ കസീറുൻ മിനന്നാസ്, അധികാളും പരാജയപ്പെടുന്നത് 2 അനുഗ്രഹങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? നിഅമതാനി മഖ്ബൂനുൻ ഫീഹി മാ കസീറുൻ മിനന്നാസ്. 90% ആൾക്കാരും ആഖിറത്തിൽ വിരല് കടിക്കുന്നത് തോറ്റുപോയല്ലോ എന്ന റിസൾട്ട് വരുമ്പോൾ ആലോചിക്കുന്നത് 2 അനുഗ്രഹങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? ഏതാണ് ആ 2 അനുഗ്രഹങ്ങൾ? അസ്സഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. ഈ 2 അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോകുന്നവർ വളരെ കുറവായിരിക്കും. ഈ 2 അനുഗ്രഹങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തത് കൊണ്ട് നരകം വാങ്ങുന്നവരായിരിക്കും ലോകത്ത് തന്നെ മഹാഭൂരിപക്ഷം ആൾക്കാർ. അത് നമുക്ക് വരാൻ പാടില്ല. അതിനാണ് സംഘാടകർ ഒന്നാമത്തെ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമായ ധാർമ്മിക യുവത്വം എന്ന വിഷയം നൽകിയിട്ടുള്ളത്. നമുക്ക് പഠിക്കാം. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറയുന്നത്, ആരോഗ്യം വേണ്ടതുപോലെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തത് കൊണ്ടാണ് മഹാഭൂരിപക്ഷ ആൾക്കാരും പരാജയം. ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വെറും യുവാക്കൾക്കോ യുവതികൾക്കോ മാത്രമുള്ളതല്ല. അത് ഏത് പ്രായത്തിലുള്ളവർക്കും ആരോഗ്യം ഉണ്ടാകും. ഒഴിവ് സമയം എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്കും അവർക്കൊക്കെ ഉണ്ടാവും.
പിന്നെ ഇത് രണ്ടും കൂടുതൽ ഉണ്ടാവുന്നത് യുവത്വകാലത്തായതുകൊണ്ടാണ് അതിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പ്രായം കുറഞ്ഞവർക്കോ കൂടിയവർക്കോ സ്പെഷ്യലായിട്ടുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ചുരുക്കം. അള്ളാഹു നമുക്ക് പഠിക്കാനും തഖ്വ വർദ്ധിക്കാനും ഈ സദസ്സ് ഒരു കാരണമാക്കി പെരുമാറാവട്ടെ. ആരോഗ്യം കൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വജാദൂ ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി സ്വലാത്തുൻ. ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങിയവരാണ് ബദരീങ്ങളടക്കമുള്ള സ്വഹാബത്ത്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അടക്കമുള്ള അയിമ്മത്ത്. അവരൊക്കെ സ്വർഗത്തിലേക്ക് പണിയെടുത്തവരാണ്. ആ ആരോഗ്യം നമുക്കും അല്ലാഹു തന്നിട്ടുണ്ട്. വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ മോനെ നിനക്ക് സ്വർഗം ലഭിക്കും. ചാവി നിന്റെ കയ്യിലാണ്, പൂട്ട് സ്വർഗത്തിനുണ്ട് നരകത്തിനുണ്ട്, ഏത് വേണമെങ്കിലും നിനക്ക് തുറക്കാം. ആരോഗ്യം എന്ന ചാവി ഉണ്ട്, ഏത് പൂട്ട് വേണമെങ്കിലും നിനക്ക് തുറക്കാം. പാതിരവരെ ജീവിതം വെറുതെ കളഞ്ഞ് സോഷ്യൽ മീഡിയയിലും ടർഫിലും ജീവിച്ച് സുബിയും പകൽ ഉറക്കം വർദ്ധിച്ച ഒരു ആൽഫ ജനറേഷനാണ് പുതിയ കാലത്ത് വളർന്നു വരുന്നത്. പുതിയ ജനറേഷന്റെ പേര് ആൽഫ ജനറേഷൻ. ഡിജിറ്റൽ ലിറ്ററസി, സോഷ്യൽ മീഡിയയിലുള്ള വിവരം കൂടുതലായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പേര് വിളിക്കുന്നത്. ഈ ആരോഗ്യം കൊണ്ട് സ്വർഗം കിട്ടാൻ പ്രധാനമായും നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, എന്നാ പിന്നെ പ്രശ്നമില്ല. ഇഷ്ടമല്ലാത്ത അള്ളാഹ്ക്ക് വെറുപ്പുള്ള ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത്. ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് തെറ്റുകുറ്റങ്ങൾ എന്ന് പറയുന്നത്. തെറ്റുകുറ്റങ്ങൾ പല വിധത്തിലും ഉണ്ടാവും. മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അത് പുറത്തു കിട്ടൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കഅബന്റെ അടുത്ത് പോയി തവാഫ് ചെയ്തുകൊണ്ടോ ഹജ്ജ് കുറെ ചെയ്തതുകൊണ്ടൊന്നും കടം വാങ്ങിയത് പൊരുത്തപ്പെടില്ല. മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റു പൊറുക്കണമെങ്കിൽ അത് കുറച്ച് കടുപ്പാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തുഹ്ഫത്തുൽ മുഹ്താജിൽ അത് പറയുന്നു. മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണ് ഗീബത്ത്, നമീമത്ത്, പരിഹസിക്കൽ, ട്രോളൽ, കളിയാക്കൽ, അങ്ങനെ പലതും ഉണ്ടാവും. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏത് തെറ്റുണ്ടെങ്കിലും എത്ര നന്മ ചെയ്ത് എന്നതുകൊണ്ടൊന്നും ആ തെറ്റ് പൊറുക്കില്ല. ഷഹീദായ ആൾക്ക് എല്ലാ തെറ്റും അല്ല പൊറുക്കും. കാരണം അയാളുടെ മരണം നന്മ ചെയ്തുകൊണ്ടുള്ള മരണമാണ്. ആത്മഹത്യന്റെ ഓപ്പോസിറ്റ്. ആത്മഹത്യ ഇത്ര വലിയ തെറ്റാൻ കാരണം ആത്മഹത്യ ചെയ്തവനിക്ക് ഇനി തൗബ ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ അയാൾ മരിക്കണം. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഷഹീദാവുക. അതുകൊണ്ടാണ് ശുഹദാക്കളുടെ അടുത്ത് പോയി ദ്വാരന്നാൽ, അവരുടെ ഖബറിന്റെ അടുത്ത് പോയി ദ്വാരന്നാൽ വേഗം ഇജാബത്ത് കിട്ടും.
പക്ഷെ ഷഹീദായാൽ പോലും ഇല്ല കടം പൊറുക്കൂല. സംഘടനയിൽ പ്രവർത്തിച്ചെന്ന് വിചാരിച്ചിട്ട് കടം പൊറുക്കോ? ഇല്ല ഇല്ല. സംഘടനാ പ്രവർത്തകൻ മരണപ്പെട്ടാൽ എല്ലാ സ്ഥലത്തുനിന്നും ദുആ കിട്ടും അല്ലേ? അതിനാണ് നമ്മളൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. കുറെ മുഅ്മിനീങ്ങളുടെ ദുആ കിട്ടും. ശരി, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നു. അതേപോലെ മുഅ്മിനീങ്ങളൊക്കെ ദുആ കിട്ടും. പക്ഷെ അയാൾ കടത്തോടു കൂടിയാണ് മരണപ്പെട്ടത്. അങ്ങനെ ആ മനുഷ്യന് 70,000 തഹ്ലീൽ യൂണിറ്റ് കമ്മിറ്റി ചൊല്ലി തീർത്തു. അയാൾ അമലെന്നെ അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ടല്ലേ അയാൾക്ക് വേണ്ടി ചൊല്ലിയ ദിക്ർ സ്വീകരിക്കല്? അയാൾ ചെയ്ത അമലെന്നെ അല്ലാഹു സ്വീകരിക്കൂല കടമുണ്ടെങ്കിൽ. ഇപ്പൊ കടത്തിന്റെ ഗൗരവമൊക്കെ കുറഞ്ഞു പോയ കാലം. കടം വാങ്ങുക, തന്നാളെ കാണുമ്പോ തരാട്ടോ, തരും, ഡേറ്റ് ആയിട്ടല്ലോ, തരാം കേട്ടോ. ഈ സംസാരം കേട്ടാ ഇയാളാ കടം കൊടുത്തില്ല. എനിക്ക് ചോദിക്കാൻ പോയാലോ? ഞാൻ മുങ്ങുന്നൊന്നുമില്ലല്ലോ ചങ്ങായി, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ കുറെ ആളോട് കടം വാങ്ങി വലിയ വലിയ റോളൊക്കെ. അതിന് ചിക്കൻ റോള് ഈ ക്യാഷ് ബാങ്ക് കൊടുത്തോ കേട്ടോ, ക്യാഷ് ബാങ്ക് കൊടുക്കണം. കടം ഗൗരവമുള്ള കാര്യമാണ്. ഇനി നമ്മളോട് ഒരാൾ കടം വാങ്ങി, അയാൾ പറഞ്ഞ ഡേറ്റിന് അയാൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല, അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കടം വാങ്ങിയ ആൾക്ക് കടം അവധി എത്തിയിട്ട് വീട്ടാൻ കഴിയാതിരുന്ന ഒരാൾ അയാൾക്ക് ഡേറ്റ് നീട്ടിക്കൊടുത്താൽ, അല്ലെങ്കിൽ അയാളുടെ കടം നമ്മൾ ഒഴിവാക്കി കൊടുത്താൽ, ഒറ്റൊരു വാക്കുകൊണ്ട് നമുക്ക് അല്ലാഹു തരുന്ന സമ്മാനം അർശിന്റെ തണലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുഴപ്പമില്ല, 20-ാം തീയതി ആവുമ്പോൾ തന്നാ മതി. ഈ ഒരു വാക്ക് പറയാൻ ആകെ വേണ്ടത് 2-3 സെക്കൻഡ്. ഈ 4-5 സെക്കൻഡ് കൊണ്ട് അല്ലാഹു നൽകുന്നത് അർശിന്റെ തണലാണ്. എന്താ ഓഫർ നോക്കി. കടം വാങ്ങിയ ആളോട് അവധി നീട്ടി കൊടുക്കുകയോ കടം തന്നെ ഒഴിവാക്കി കൊടുത്തു. അത് ഫുൾ തന്നെ ഒഴിവാക്കി കൊടുക്കണമെന്നൊന്നുമില്ല അർശിന്റെ തണൽ കിട്ടാൻ. 20,000 കടം വാങ്ങിയ ആൾക്ക് നാളെ തരാൻ പറ്റുമോ? മറ്റന്നാൾ ഒരു 15 തന്നാ മതി, 5 പോട്ടെ. അല്പമോ ഫുള്ളോ ഒഴിവാക്കി കൊടുത്താൽ ആൾക്ക് അർശിന്റെ തണൽ. അർശിന്റെ തണൽ ലഭിക്കുന്ന 10-80 വിഭാഗങ്ങളെ കുറിച്ച് മഹാന്മാര് ഒരു കിതാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെറും 7 വിഭാഗം മാത്രമല്ല അർശിന്റെ തണൽ, അത് പ്രധാനപ്പെട്ട വിഭാഗത്തെ എണ്ണിയെന്ന് മാത്രം. അപ്പൊ തെറ്റുകുറ്റങ്ങൾ മനുഷ്യരുമായി ബന്ധമുള്ള തെറ്റാണെങ്കിൽ അത് പുറത്തു കിട്ടൽ വളരെ വളരെ റിസ്ക് ആണ്, കടുപ്പാണ്. ഇനി തെറ്റിന്റെ വേറൊരു ഏരിയയാണ് വൻദോഷങ്ങൾ എന്ന് പറയുന്നത്, വലിയ വലിയ ഹറാമുകൾ. ആ തെറ്റ് പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം. അത് സ്വലാത്തില്ലുണ്ടോ, വുളു എടുത്തുകൊണ്ടോ, വുളുവിൽ അവയവങ്ങൾ നീട്ടിക്കഴുകുന്നുണ്ടോന്നും വലിയ തെറ്റ് പൊറുക്കൂല. വലിയ തെറ്റ് പൊറുക്കണമെങ്കിൽ തൗബ തന്നെ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ അത്തൗബത്തു അന്നദം, മനസ്സുകൊണ്ട് അള്ളാഹിനോട് പറയണം. അരമണിക്കൂർ ലേറ്റ് ഓഫ് ആക്കിയിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല തൗബക്ക്. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് പറഞ്ഞ അള്ളാഹിനോട് പറയാം. അത് 1 മിനിറ്റ് കൊണ്ടാണെങ്കിലും 1/2 മിനിറ്റ് കൊണ്ടാണെങ്കിലും അയാൾ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഇനി ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അത്തരം തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനാണ് ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, അല്ലാഹു നന്മകൾ വെച്ചേക്കും. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ ഇബ്ലീസ് വിടൂല. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാൻ കുറെ തിരക്ക് നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കും. അതൊക്കെ അതിജയിച്ചുകൊണ്ട് ഉമ്മമാരോ ഉപ്പമാരോ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. ലോകത്ത് ഒരധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കാൻ പറ്റിയ അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കൽ എന്ന്
ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹു ബുഖാരിക്ക് എഴുതിയ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ്. ഒരധ്വാനമില്ല ദോഷം പൊറുക്കാൻ, നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നോട്ടാ മതി. പക്ഷേ ഉമ്മമാര് പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ ഗ്യാസിൽ വെക്കുന്നത് തന്നെ 2 റക്അത്ത് ഗ്യാപ്പ് കൊണ്ട് ചൂടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സലാം വീട്ടി ഉടനെ പോകും. ഇങ്ങനെയല്ല നമ്മൾ നിസ്കാരത്തോട് സമീപിക്കണം. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. ദീർഘമായ നേരം ഇരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഇരിക്കണം. എപ്പോഴും തിരക്ക് അഭിനയിക്കരുത്. ചെറുപ്പക്കാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ അള്ള വെച്ച സിമ്പിളായ ഒരു വഴിയാണ് നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കല്. പശു ഏറ്റവും കൂടുതൽ പാല് തരത്ത് അതിന്റെ യുവത്വ കാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരത്ത് യുവത്വ കാലത്താണ്. നമ്മളെ നാട്ടിൽ സുബീക്ക് പള്ളിയിൽ കാണുന്നത് വയസ്സന്മാരെയാണ്. അതാ പ്രശ്നം. അത് മാറണം. നമ്മൾ കൂടി ഉണ്ടാവണം. അതിനെ ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങണം എന്ന് വിചാരിക്കണം. അള്ളാഹു നമുക്ക് ക്യാപിറ്റലായി തന്ന് മൂലധനമായി തന്നതാണ് ആരോഗ്യം. ഈ ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാനും കഴിയും, നരകം വാങ്ങാനും കഴിയും. സ്വർഗത്തിലേക്ക് പോകാനും കഴിയും, നരകത്തിലേക്ക് പോകാനും കഴിയും. ബുദ്ധി ഉണ്ടെങ്കിൽ ആരോഗ്യം എന്ന അനുഗ്രഹം കൊണ്ട് സ്വർഗം വാങ്ങും. എന്റെ ആരോഗ്യം എന്റെ അല്ലാഹു ഇല്ലെങ്കിൽ ആ ആരോഗ്യം ഇബ്ലീസിന് വഴിപ്പെട്ട് നരകത്തിലേക്ക് പോകും. അതിനാണ് ആദ്യം അയിമ്മത്ത് പറഞ്ഞത് നിന്റെ ആരോഗ്യം കൊണ്ട് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യൂലെന്ന് നീ തീരുമാനിക്കണം. നിന്റെ ആരോഗ്യം കൊണ്ട് ഒരു തെറ്റും ചെയ്യൂലെന്ന് പ്രതിജ്ഞ എടുക്കണം. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കാനാണ് അള്ളാഹു നമുക്ക് റജബ് എന്ന മാസം തന്നത്. എന്ന കിതാബിൽ കാണാം, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് കറുത്തുപോയ നിന്റെ ഏടിനെ വെളുപ്പിക്കാനാണ് മോനെ നീ റജബിനെ ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് തെറ്റ് ചെയ്യാനല്ല. നിലവിൽ ചെയ്ത എല്ലാ തെറ്റും പൊറുക്കാനാണ് റജബ് അല്ലാഹു തന്നത്. എന്നിട്ട് റജബിൽ നീ തെറ്റ് ചെയ്തേക്കരുത്. റജബിൽ തെറ്റ് ചെയ്ത സാധാരണ കുറ്റമല്ല, അതിന് കടുപ്പാണ്. ബുധനാഴ്ച തെറ്റ് ചെയ്യുന്ന പോലെയല്ല വെള്ളിയാഴ്ച തെറ്റ് ചെയ്യുന്നത്. ശ്രേഷ്ഠമായ സമയവും ശ്രേഷ്ഠമായ സ്ഥലവും നന്മകൾ കൂടുതൽ പ്രതിഫലം ഉള്ളതുപോലെ തെറ്റിന് കൂടുതൽ കുറ്റവും ഉണ്ടാവുമെന്ന് ഇമാം ഹദ്ദാദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരോഗ്യകാലം. വനഹൻ നഫ്സാനിൽ ഹവാ, തെറ്റുകുറ്റങ്ങൾ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിന്റെ ശരീരത്തെ CCTVയോ പോലീസോ അല്ല, നീ തന്നെ പിടിച്ചു നിർത്തിയാൽ നീ ചെന്നെത്തുന്ന സ്റ്റേഷന്റെ ലാസ്റ്റ് സ്റ്റേഷൻ, നീ ഇറങ്ങുന്ന സ്റ്റേഷന്റെ പേരാണ് സ്വർഗം. എന്താണ് ഖുർആൻ പറഞ്ഞേക്കുന്നത്? നീ ശരീരത്തെ തെറ്റില്ലാതെ പിടിച്ചു നിർത്തിയാൽ, അതാരെങ്കിലും കാണുന്നോണ്ടല്ല, അവിടെ CCTV ഉള്ളത് കൊണ്ടല്ല, നിയമപാലകരുള്ളത് കൊണ്ടല്ല, നിന്റെ ഹൃദയാന്തരങ്ങളിലെ തഖ്വ കൊണ്ട് നിന്റെ ശരീരത്തെ നീ പിടിച്ചു നിർത്തിയാൽ, അങ്ങനെ പിടിച്ചു നിർത്തിയാൽ നീ ലാസ്റ്റ് എത്തുന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ, നിന്റെ അന്ത്യശ്വാസം വലിച്ച് ചക്രശ്വാസം വലിച്ച് മരണപ്പെടുന്ന ഘട്ടം, അന്ന് നീ എത്തുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്വർഗം. ആ സ്വർഗം നമുക്ക് വേണ്ടേ കൂട്ടുകാരെ? വേണം. ബുഖാരി ഇമാം പറഞ്ഞല്ലോ, ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ ഏതായാലും അല്ലാഹു എന്നെ വിചാരണ നടത്തൂല. കാരണം മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം, ഹറാമാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്റെ കുഞ്ഞിളം കാലം മുതൽ ഓർമ്മിച്ചു നോക്കിയിട്ടുണ്ട്, ഒരു വട്ടം പോലും ഞാൻ ആരെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല.
ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പ്രവർത്തനമോ എന്റെ ജീവിതത്തിൽ എനിക്കില്ല. എന്തിനാ ചെയ്തത്, എന്തിനാ അത് പറഞ്ഞത്? കൃത്യമായ മറുപടികളുമായിട്ടാണ് ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകുന്നത്. തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്ര എന്ന കിതാബിൽ കാണാം. മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞല്ലോ, ഒരൊറ്റ അന്യപെണ്ണിനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ലെന്ന് മാത്രമല്ല, എന്റെ തലച്ചോറിൽ ഒരൊറ്റ അന്യപെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നരമ്പിന്റെ ശുദ്ധി, കണ്ണിന്റെ പരിശുദ്ധത, എന്തൊരു ജീവിതമായിരുന്നു. റംലി ഇമാം വഫാത്തായപ്പോൾ, റംലി ഇമാമിന്റെ വാപ്പ വഫാത്തായപ്പോൾ റംലി ഇമാം പറയണ്ടല്ലോ, മുഅ്മിനീങ്ങളെ എന്റെ വാപ്പ വഫാത്തായിട്ടുണ്ട്, എല്ലാരും ജനാസ നിസ്കരിക്കാൻ വരി. എന്റെ വാപ്പാന്റെ ജീവിതത്തിന്റെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഖദ് സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. എന്റെ ഉപ്പ ജീവിതത്തിൽ ഒരാളെ ഒരു നിലക്കും ഉപദ്രവിച്ചില്ല, ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഒരു പുരുഷായുസ് തീരുമ്പോൾ മകൻ ഉപ്പക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, കടബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി എന്നല്ല, ഇല്ലേ ഇല്ല, ഒരു ബാധ്യതയും. എന്റെ ഉപ്പാന്റെ ജീവിതം അത്രയും ക്ലിയർ. ഇങ്ങനത്തെ ഉപ്പമാരാവാൻ നമുക്ക് കഴിയും എങ്കിൽ മക്കൾ സ്വാലിഹീൻ. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ നിന്നും റീൽസിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വരണം ചെറുപ്പക്കാരികളെ. മക്കൾ പിഞ്ചോമനകൾ, അവര് നമ്മളുടെ ഫോട്ടോസ്റ്റാറ്റുകളാണ്. ഒറിജിനൽ കോപ്പി ക്ലിയർ ഇല്ലെങ്കിൽ നല്ല മെഷീൻ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല. ഏത് ദർസിലും ഏത് പള്ളിയിലും അവർ പഠിച്ചാലും നമ്മുടെ ഫോട്ടോസ്റ്റാറ്റുകളാണ് നമ്മുടെ മക്കൾ. ആ ബോധ്യം നമുക്കുണ്ടാവും, ആ ചിന്ത നമുക്കുണ്ടാവും. തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം. മനുഷ്യനെ തെറ്റിലെത്തിക്കുന്നത് രണ്ട് ശത്രുക്കളാണ്. ഒന്ന് പിശാചാണ്, മറ്റൊന്ന് സ്വന്തം ശരീരമാണ്. റമളാൻ വരുമ്പോ പിശാചിനെ കെട്ടിയിട്ടാലും ശരീരം തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. ഈ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. ഉസ്താദേ, ഞാൻ ക്രോമിൽ നിന്നാണ്, ഒപേരയിൽ നിന്നാണ്, യൂട്യൂബിൽ നിന്നാണ് തെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതൊക്കെ അൺഇൻസ്റ്റാൾ ആക്കി ഫോണിൽ നിന്ന്. നന്നായല്ലോ, പിന്നെന്തേ? ഞാൻ ഇന്നലെ രാത്രി ഒന്നുകൂടി ഇൻസ്റ്റാൾ ആക്കി. ഓഹോ, ഞാൻ ആ ഫോണിന് പൊട്ടിച്ചു. പിന്നെ പുതിയ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കാകുന്നില്ല, എനിക്ക് നന്നാവാനാകുന്നില്ല. എന്താ ഈ പറയുന്നതിന്റെ കാര്യം? എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെന്തിനാണ് നമ്മുടെ ശരീരത്തിനെ നമ്മൾ പോറ്റുന്നത്? എന്തിനാണോ നീ താടിയും മീശയൊക്കെ വെട്ടി മുഖം സ്റ്റൈലാക്കുന്നത്? നീ മുഖത്ത് കോസ്മെറ്റിക്സ് ഒക്കെ ചേർത്ത് വെച്ചിട്ട് എന്തിനാ ഭംഗിയാ? നമ്മൾ തിന്നുന്നില്ലേ? ഉണ്ട്. കുടിക്കുന്നില്ലേ? ഉണ്ട്. വസ്ത്രം ഉണ്ട്. എന്തിനാ ഈ ശരീരത്തിന് സർവീസ് ചെയ്യണത്? നമ്മളൊരു ഇന്നോവയോ ഓഡിയോ വല്ല റിഡ്സോ സ്വിഫ്റ്റോ എടുത്തിട്ട് മംഗലാപുരം ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് തിരിക്കുമ്പോ വണ്ടി പോകുന്നില്ല, കണ്ണൂർ ഭാഗത്തേക്ക് പിന്നെന്തിനാ നമുക്ക് വണ്ടി? നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടല്ലേ നമ്മളെ വണ്ടി വരണം, ഇങ്ങോട്ടേ പോകുന്ന സിഗ്നൽ കാണിക്കണം. പിന്നെന്തിനാ ഈ ശരീരത്തിന് ഈ തീറ്റിപ്പോറ്റണം? സുബീക്ക് എണീക്കാൻ കഴിയുന്നില്ല, എണീക്കണം, കഴിയുന്നില്ല ഉസ്താദേ. അത് വെറുതെ അലാറം വെച്ച് നോക്കി. എന്നിട്ട് എന്റെ ഉറക്കം ബോംബ് പൊട്ടി അവർ എണീക്കാത്ത ഉറക്കാണ്. അത് വെറുതെ. നാളെ ചെങ്ക് ബ്രോ പറയാണ്, നമുക്ക് നാളെ എന്റെ പെങ്ങളെ ഭർത്താവിനൊന്ന് കൂട്ടാൻ പോണം എയർപോർട്ടിക്ക്, കണ്ണൂരാണ്. ഈ വരുമോ? എത്ര മണിക്കാ? ഇവിടുന്ന് ഒരു 3:30 പോണം, അവിടുന്ന് 5 മണിക്ക് എത്തേണ്ടതാണ്. ഒന്ന് മിസ് അടിച്ചാൽ മതി. അലാറൊന്നും വേണ്ട, ബോംബും പൊട്ടണ്ട. ടൂറിന്റെ പിക്നിക്കിന് പോകാൻ പ്ലാൻ ഇട്ടാലോ? അത്രയൊന്നും സുബഹിന് പ്രാധാന്യം കൊടുക്കാത്തോണ്ട് നമുക്ക് എണീക്കാൻ കഴിയാത്ത. വേൾഡ് കപ്പ് ഫൈനലിന്റെ അന്ന് ഉറക്കൊഴിയുന്നതോ? അതേസമയത്ത് നീ എന്താ ഹദ്ദാദ് ഉറങ്ങിപ്പോയി? ഫൈനലിന്റെ അന്ന് ആരും ഉറങ്ങുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നത് നമ്മൾ ആലോചിക്കണം. തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു ജീവിതത്തെ നമ്മൾ നിർമ്മിക്കണം. യഥാർത്ഥത്തിൽ എങ്ങനെയാ ശരിക്കും നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയ
ഒന്നാമത് ഒരാൾ തെറ്റ് നിർത്തണം എന്ന് വിചാരിച്ചാൽ തന്നെയും നിർത്താൻ കഴിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവന്റെ മനസ്സ് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് കൊടുക്കും. അപ്പൊ ആ ചതിയിൽ പല മക്കളും വീണു. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാള് യൂട്യൂബ് ഫോണിൽ ഉള്ളോണ്ടാണ്, ക്രോം ഉള്ളോണ്ടാണ്, ഇൻസ്റ്റ ഉള്ളോണ്ടാണ് കുറെ സമയം കളയുന്നത്. വയല് വേണ്ടപ്പോ ഒരാൾക്ക് തോന്നി അതൊന്നും നിർബന്ധമില്ലല്ലോ, അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം. അന്നേരാണ് നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കല്, എന്തിനാണ് അൺഇൻസ്റ്റാൾ ആക്കേണ്ട ആവശ്യം? അത് ഫോണിൽ ഉണ്ടായിക്കോട്ടെ, മൂലക്ക് നീ തെറ്റ് ചെയ്യാണ്ടെന്നാ പോരെ. അത് നടക്കൂലോ ഒരിക്കലും. അവൾ ആ കോളേജിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ കോളേജിൽ നിന്ന് ഒഴിവാകാനോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഓളപ്പുറത്തുനിന്ന് +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇപ്പുറത്തേക്ക് പോയി. നടക്കൂല. തെറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നത് ശുദ്ധ അസംബന്ധ, പൊട്ടത്തെറ്റാണ്. അതൊരിക്കലും കഴിയില്ല. 100 ആളെ കൊന്നാള് നന്നാവണം എന്ന് പറഞ്ഞപ്പോ ആദ്യം അന്നത്തെ പണ്ഡിതൻ പറഞ്ഞത് നീ നാട്ടിൽ നിന്ന് പോകണം, നീ ആ കോളേജിൽ നിന്ന് വേറെ വർത്താനം. അവിടെ ഉണ്ടായിരിക്കെ, വൈഫൈ ഉണ്ടായിരിക്കെ അത് നടക്കൂല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. തെറ്റ് ചെയ്യേണ്ട സാഹചര്യം ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തെറ്റ് ചെയ്തു പോകും. അപ്പൊ കൂട്ടുകാര് തെറ്റുകാരാണ്. കിടുക്കാച്ചി ഞാൻ ഷെയർ ചെയ്യാം. എന്ത് വയലല്ല, ഇന്നലെ കണ്ടതിന്റെ ലിങ്ക്. അങ്ങനത്തെ കൂട്ടുകാരനുണ്ടായിരിക്കെ നമുക്ക് ഇങ്ങനെ നന്നാൻ കഴിയാം. കൂട്ടുകാർ 3 വിധത്തിലാണ്. ഒന്ന് ഭക്ഷണം പോലെ, 2 മരുന്ന് പോലെ, 3 വിഷം പോലെ. ഭക്ഷണം പോലെ സ്ഥിരമായിട്ടുള്ള കൂട്ടുകാര്, നല്ല കൂട്ടുകാർ, അത് എപ്പോഴും നമുക്ക് വേണം. കാരണം ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചു, അവര് വേണം. മരുന്ന് പോലെ എപ്പോഴെങ്കിലുള്ള കൂട്ടുകാർ, രോഗം വന്നാൽ മാത്രം ഒന്ന് ഉപദേശിക്കാനും മറ്റൊക്കെ മതി. വിഷം ആയ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ തെറ്റ് പഠിപ്പിച്ചിരുന്ന കൂട്ടുകാരാ. ഒരു നമ്മളെ കൂടെ കൂടിയാകുമ്പോൾ മരിച്ചു. ക്യാൻസർ പിടിച്ചാല് മരിക്കേ ചെയ്യുള്ളൂ. ബിദഅത്തുകാരനായ ചത്തു, ഈമാനിലാണ് ചത്തു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ, ഒരാള് ഈമാൻ നഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നതിന്റെ അടയാളം നേരത്തെ വരുന്നുണ്ടെങ്കിൽ ആ അടയാളം ബിദഅത്തുകാരനാവുക. ഒരൊറ്റ ബിദഅത്തുകാരനും നല്ല ആൾക്ക് മരിക്കൂല. ആരാ നല്ല ആൾക്ക് മരിക്കല്? ഓന്റെ അഖീദ, ഓന്റെ വിശ്വാസം തെറ്റല്ലേ. അപ്പൊ നമുക്ക് ബിദഅത്തുകാർ കൂട്ടുകാരുണ്ടാവും. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഞാൻ സുന്നി തന്നെയാണ്, എന്നാലും പിന്നെ ബിസിനസ് കൂട്ടുകാർ. നിസ്കരിക്കുന്ന പോലെ അള്ളാഹു പറഞ്ഞൊരു ഇബാദത്താണ് ആരെയൊക്കെ സ്നേഹിക്കണം, ആരെയൊക്കെ സ്നേഹിക്കണ്ട എന്നുള്ളത്. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാവാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, തെറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കെ തെറ്റ് നിർത്താൻ കഴിയില്ല. ഇനി ഒരാൾ തെറ്റ് നിർത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക? തെറ്റൊരാൾക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചുപോയാലോ എന്ന് ആലോചിക്കും. കാമുകനും കാമുകിയും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോ ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ. ഭർത്താവ് ഗൾഫിൽ പോയ തഞ്ചത്തിൽ ആ സമയം നോക്കി കാമുകനെ വിളിച്ചു വരുത്തി അയാൾ ഈ പെണ്ണുമായി വ്യഭിചരിക്കാൻ കിടന്ന സന്ദർഭത്തിൽ 3 മിനിറ്റ് കൊണ്ട് സൈലന്റ് അറ്റാക്ക് ആയിട്ട് മരിച്ചിട്ട്. ആർക്കങ്ങ് തോന്നുന്നുണ്ടാവും ഉപ്പർക്ക് ദ്വാരക്കാൻ. അടുത്ത് ഒരു ചെറുപ്പക്കാരനെ മന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദിനെ ക്ഷണിച്ച് ഒരു ഉപ്പാപ്പ പോയപ്പോൾ ആ കുട്ടീന്റെ വായ ഇങ്ങനെ ഉമ്മുനീര് ഓവറായിട്ട് വരുന്നുണ്ട്. അത് നല്ല അടയാളമല്ല.
മരിക്കുമ്പോ നല്ല അടയാളം വരുത്ത്, നെറ്റിക്കുന്ന വിയർപ്പുണ്ടെങ്കിൽ നല്ല അടയാളം, കണ്ണിന്ന് വെള്ളം ഒഴുകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നല്ല അടയാളം, മൂക്കിന്റെ ദ്വാരം കുറച്ച് വീർത്ത് വരുന്നുണ്ടെങ്കിൽ അത് നല്ല അടയാളം. ഇത് കണ്ടപ്പോൾ തന്നെ ഉസ്താദിന് തോന്നി, എന്താ പറ്റിപ്പോയത് റബ്ബേ. നോക്കുമ്പോൾ ആ കുട്ടി മരിച്ചു ഉറപ്പായപ്പോൾ ഡ്രസ്സ് മാറ്റി കൊടുത്തപ്പോഴാണ് കറുത്ത വര കാണുന്നത്. എന്താ വര? ഇയർഫോണാണ്, ഹെഡ്സെറ്റാണ്. അതൊന്ന് പറിച്ചിട്ട് ഒരാൾ വെച്ച് നോക്കുമ്പോ മ്യൂസിക്, സിനിമ പാട്ടാണ്. ഇവനെ അസ്രായേൽ വന്നിട്ട് ഓഫാക്കിയിട്ടും പാട്ട് ഓഫാക്കാൻ വേറെ ആള് വേണ്ടി വന്നു. കണ്ടോ കൂട്ടുകാരെ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിച്ചാൽ നമ്മളൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. 2 ചെറുപ്പക്കാര് ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ ഇവരുടെ മുടിയുടെ കോലം കണ്ടിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആള് ചോദിച്ചത്രേ, ഇത് നമ്മളുടെ ടീം തന്നെയാണോ? 10-25 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മുടെ കോലം കണ്ടിട്ട് ഒരാൾ മുസ്ലിമാണോ എന്ന് ചോദിക്കേണ്ടി വന്നാൽ, പൊന്നുമക്കളെ, നമ്മളെ ജീവിതം എന്താ അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? നമ്മൾ മരിച്ചാൽ തീരൂല ഈ കോലമൊക്കെ? തീരും. മക്കയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ടായിരുന്നു. അവൾ കണ്ണാടി നോക്കിയപ്പോൾ ആ പെണ്ണിനെ തന്നെ തോന്നി, ഞാൻ അത്യാവശ്യം സൗന്ദര്യമുണ്ട്. ഭർത്താവിനോട് ചോദിച്ചു, എന്റെ സൗന്ദര്യം കണ്ടാൽ ആരെങ്കിലും എന്നെ ആകർഷിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. എല്ലാരും ആകർഷിക്കുമായിരിക്കും, പക്ഷേ പണ്ഡിതനും സൂഫിയുമായ മുദരിസുമായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നിന്നെ കണ്ട ആകർഷിക്കൂല. ഞാനെന്നാ ആ പണ്ഡിതനെ പഴപ്പിച്ചിട്ട് വന്നാലോ? നിനക്ക് നടക്കൂല. ഈ പെണ്ണ് ആ മഹാനെ പഴപ്പിക്കാൻ വേണ്ടി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പോയി. കോളേജിൽ ഒരു മുത്തഅല്ലിമിനെ പഴപ്പിക്കണമെങ്കിൽ പെണ്ണിന് ഹിജാബ് ഇടേണ്ടി വരും. ജീലാനി തങ്ങളെ പറ്റിക്കാൻ കുത്തുബിന്റെ മോഡലാണ് ഇബ്ലീസ് വന്നത്. ഓരോരുത്തരെ പറ്റിക്കാൻ അവരവർക്ക് പറ്റിയ നയനിലപാടുമായിട്ടാണ് ഇബ്ലീസ് വരിക. ഒരു കള്ള ബിസിനസ്സിൽ, ഒരു ഹറാമായ ഓൺലൈൻ ബിസിനസ്സിൽ ഒരു മൗലാറ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാളെ പറ്റിക്കുന്ന മോഡലിലെ ഈ ഏജന്റ് വരുള്ളൂ. എങ്ങനെ വരിക? അതേ വിശ്വാസമുള്ള ഉസ്താദിനെ പോലത്തെ വിശ്വാസമുള്ള ഒരാളെ കിട്ടണേനും. ഉസ്താദിനെ കൂടുതലെന്നറിയാം, എന്റെ പൈസ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഷെയർ ആയിട്ട് ഒരു വിശ്വാസമുള്ള ഒരാൾ, വിശ്വാസമുള്ള ഒരാളെ കിട്ടണമായിരുന്നു. അത് മൂപ്പറെ പറ്റിക്കാനുള്ള സാധനം. അതുകൊണ്ടാണ് ചില ലവ് അഫയറിലൊക്കെ പിടിച്ച കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, എന്താടാ നീ വലിയ നല്ല ആളായിട്ട് നടന്നിട്ട് പെണ്ണിനെ പ്രേമിച്ച് നടക്കുക, വിചാരിക്കുന്ന പോലത്തെ പെണ്ണൊന്നല്ല. ആ പെണ്ണ് അതീവ എന്നോട് വാട്സപ്പിൽ സലാത്തെല്ലാം പറയല്ലേ. നല്ല രസമുണ്ട്. ആധുനിക പ്രേമങ്ങളുടെ പുതിയ എപ്പിസോഡുകളാണ്. എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുടെ ന്യായങ്ങളായി പറയുന്നത്. ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിക്കാൻ ഈ പെണ്ണ് നല്ല കോലത്തിൽ വന്നു. മഹാൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഹിജാബ് ഇട്ടിട്ട് മുഖമൊക്കെ മറച്ചിട്ടായി ഈ പെണ്ണ് പോയേക്കണത്. മസാല ചോദിക്കാൻ എന്ന വ്യാജേനെ മസാലക്കായി പെണ്ണ് ചെന്നത്. ഈ പെണ്ണ് മുഖം ഇങ്ങനെ തുറന്നപ്പോൾ മഹാൻ തല തിരിച്ചു. എന്താ എനിക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളെ വേണം. ഓ, വ്യഭിചരിക്കാൻ വേണമെന്നാണോ പറയണത്? ഐ ആം റെഡി, പ്രശ്നമില്ല. ഞാൻ 1-2 ചോദ്യം ചോദിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞാൽ മതി. പെട്ടു, എന്നെ കണ്ടിട്ട് ആരും പെടൂല എന്നല്ലേ പറഞ്ഞത്, പെട്ടല്ലോ എന്ന് ആ പെണ്ണ് ചിന്തിക്കുകയാണ്. ആ ചിന്തക്ക് ഒരു ചെറിയ വളർച്ച ഉണ്ട് കണ്ടപ്പോ ചോദ്യം തുടങ്ങി. മോളെ, ഞാനും നീ കൂടി വ്യഭിചരിക്കാൻ, തെറ്റ് ചെയ്യാൻ ഒരു റൂമിലെത്തി വാതിലടച്ചു. അപ്പൊ ആരോ വാതിലിങ്ങനെ മുട്ടിയപ്പോൾ നിന്റെ റൂമായതുകൊണ്ട് നീ വാതിലിലെ കുറ്റി തുറന്നിട്ട് ആ കുറ്റി പിന്നെ ഡോർ തുറന്നിട്ട് നോക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാം വന്നേക്കണം. എന്താ വന്നത്? നിന്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ നിന്നോട് പറയുന്നു. അന്നേരം നീ അസ്രായീലിനോട് പറയോ, അസ്രായീലെ ഞാന് വ്യഭിചരിക്കാൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തതാണ്, ആ തെറ്റ് ചെയ്ത ഉടനെ നീ എന്നെ പിടിച്ചോളി എന്ന് പറയോന്ന് ചോദിച്ചു. ഇല്ല, പറയൂലല്ലോ. ഇല്ല. അപ്പൊ നമ്മ തെറ്റ് ചെയ്യുമ്പോ അസ്രായീൽ വന്നാലോ? എന്റെ പെർമിഷൻ ചോദിച്ചിട്ട് അസ്രായീൽ വന്നിട്ട് പിടിക്കില്ലേ? എടോ, മൊബൈലിൽ നീ രാത്രി തെറ്റ് ചെയ്തോണ്ട് മരിച്ചാലോ? നിന്റെ ഫോണ് നിന്റെ മരണശേഷം ഒരാൾ എടുത്തു നോക്കി,
ഏത് ഡിലീറ്റ് ആക്കിയാലും കാണാനുള്ള സിസ്റ്റങ്ങളില്ല. അങ്ങനെ ഒരാൾ നോക്കിയിട്ട് അയാൾക്ക് നിന്നോട് വെറുപ്പുണ്ടായാൽ 4 മോമിനിയങ്ങൾ നിന്നെ കുറിച്ച് മോശം പറഞ്ഞ നീ നരകത്തിൽ നിന്നല്ലേ? അല്ലേ? പോട്ടെ, നിന്റെ മരണശേഷം നീ ഖബറിലെത്തി. ഖബറിൽ ചോദ്യം ചോദിക്കുന്ന മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചോദ്യം തുടങ്ങുമ്പോൾ നീ പറഞ്ഞു മലക്കളോട് ഞാനൊന്ന് വ്യഭിചരിക്കാൻ പെർമിഷൻ കൊടുത്താണ്, വ്യഭിചരിച്ചിട്ട് ഒരാൾക്ക് എനിക്ക് എന്നോട് ചോദിച്ചോളി. അങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ചോദിക്കില്ല. എന്നാ പോട്ടടി. നിന്റെ നന്മ തിന്മ തൂക്കുമ്പോൾ മലക്കള് നന്മ തിന്മ തൂക്കുന്ന ഘട്ടത്തിൽ നീ പറയോ ഒറ്റ മിനിറ്റ് വെക്കല്ലേ, ഒരു സാധനം എടുക്കാൻ ലഗേജ് മറന്നു പോയതാണ്, ജസ്റ്റ് ഹാൻഡ് ബാഗിൽ വെക്കാനേ ഉള്ളൂ, ഒന്ന് വേഗം വ്യഭിചരിച്ചിട്ട് വരാം. അങ്ങനെ പറയോ? ഇല്ലല്ലോ. ഈ ഘട്ടങ്ങളിലൊന്നും നീ ആ തെറ്റ് പറയൂലെങ്കിൽ പിന്നെ ഇതിനെ ഈ തെറ്റ് ചെയ്യാൻ വലിയൊരു ചോദ്യ. ആ പെണ്ണ് എല്ലാ തെറ്റും നിർത്തി നല്ല ജീവിതത്തിലേക്ക് എത്തി എന്നാണ് ഹാഫിദ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹിയുടെ കിതാബിൽ കാണുന്നതാണ്. ആ ചിന്ത നമുക്ക് വേണ്ടത്. തെറ്റ് ചെയ്യുമ്പോൾ മരിച്ചു പോയാലോ? നല്ല നല്ല കാര്യത്തിൽ എപ്പോഴും എൻഗേജ് ആവണം. സംഘടനാ പ്രവർത്തകർക്ക്, SSFകാർക്ക്, SYSകാർക്കുള്ള ഏറ്റവും വലിയ മെച്ചം തന്നെ എന്താ? അവരുടെ അതേ പ്രായത്തിലുള്ള കൂട്ടുകാർ പല തെറ്റുകുറ്റങ്ങളും ചെയ്യാൻ സമയം കണ്ടെത്തുമ്പോൾ SSFകാരെ നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, വലിയ നിയമത്തല്ലേ. എന്തേ? നിങ്ങൾക്ക് എത്രയോ പദ്ധതിയുടെ പേരിൽ മീറ്റിങ്ങും നോട്ടീസ് ഒട്ടിക്കലും റിസാലക്ക് വരി ചേർക്കലും സുന്നി വോയിസിനെ ആളെ കാണലും ഒക്കെ നമുക്ക് സമയം. ഇതൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ SSFിലൊന്നും ഇല്ലെങ്കിൽ ഈ സമയം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈ സമയം എന്തിനെങ്കിലൊക്കെ ആയിട്ട് തെറ്റുകുറ്റങ്ങൾക്കോ അനാവശ്യങ്ങൾക്കോ നമ്മൾ ചെലവഴിച്ചു പോകില്ലേ? അതാണ് പ്രശ്നം. അത് സംഘടനയിൽ ഉള്ള കാലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ സംഘടനാ കാലം കഴിഞ്ഞ ടെൻഷൻ ആയിട്ട് കാര്യം. നല്ല പ്രവർത്തകരാണ് പ്രിയപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളെ. SSFന്റെ റിസാല ക്യാമ്പയിൻ കാലമാണ്. നന്നായിട്ട് നമ്മൾ റിസാലക്ക് വരിചേരണം. SSFകാരെ നമ്മളെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. നാളത്തെ വലിയ വലിയ ഉസ്താദുമാരും സംഘടനാ നേതാക്കളും ആവേണ്ടത് ഇന്നത്തെ SSFന്റെ ചുണക്കുട്ടികളാണ്. നാളത്തെ വലിയ ആലിമീങ്ങളും മുദരിസുമാരും ആവേണ്ടത് യൂണിറ്റിലും സെക്ടറിലും പ്രവർത്തിക്കുന്ന മുത്തഅല്ലിമീങ്ങളായ SSFകാരാണ്. നാളെ പ്രസ്ഥാനത്തിന്റെ വലിയ നായകത്വം വഹിക്കേണ്ട നേതാക്കളാവേണ്ടത് ഇന്നത്തെ SSFന്റെ ചുണക്കുട്ടികളാണ്. അപ്പൊ അവര് സാഹിത്യോത്സവന്റെ കളക്ഷന് വരും, അല്ലെങ്കിൽ റിസാലക്ക് വരിചേരുക എന്ന താല്പര്യത്തിൽ വരുമ്പോൾ നമ്മുടെ യൂണിറ്റ് അപ്ഡേറ്റ് വില്ലേജും റിസാല വില്ലേജും അല്ലെങ്കിൽ പ്രീമിയം യൂണിറ്റുകളൊക്കെയായി 50ഉം 100ഒക്കെ റിസാലക്ക് വരിചേർന്നാൽ ഈ കൂട്ടുകാർക്ക് സംഘടനയിൽ വലിയ ആവേശം. ഈ അടുത്ത് ഒരു വലിയ ഹാജിയാർ, അയാൾ നല്ലൊരു സംഭാവന സംഘടന, അതേ പദ്ധതിക്ക് തന്നെ ഒരു ആഗ്രഹിക്കുന്ന ഒരു എമൗണ്ട് കൊടുത്തു. അതിനെക്കുറിച്ച് മൂപ്പര് എന്നോട് പറയാം. ഞാൻ ഈ പദ്ധതിക്ക് നേരത്തെ തന്നെ സംഭാവന തന്നിട്ടുണ്ടെങ്കിലും ഈ കുട്ടികൾ എന്നെ പ്രതീക്ഷിച്ചു വരുന്നതാണ്. ആകെ ഇവിടെ സംഘടന സ്ഥാപനത്തിനൊക്കെ സഹായിക്കുന്നവർ വളരെ കുറവാണ്. ഈ കുട്ടികൾ നമ്മളെടുത്ത് വന്നിട്ട് വെറും കൈയോടെ പോയാൽ ഞാൻ നേതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് നിരാശ. അത് വേണം. നമ്മളൊക്കെ കൂടി ഈ കുട്ടികൾക്ക് ആവേശം കൊടുത്തിട്ട് വേണം ഈ കുട്ടികൾ ഇനിയും സംഘടനയിൽ കുറെ കാലം നിൽക്കാൻ. അങ്ങനെ ഈ അടുത്തൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഹാജിയാർ എന്നോട് അനുഭവം പറഞ്ഞു. SSFന്റെ കുട്ടികൾ വീട്ടിൽ കളക്ഷനോ മറ്റോ വന്നാൽ ഞാൻ ക്യാഷ് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്റെ ഭാര്യ ഒരിക്കൽ ചോദിച്ചു, മൂപ്പര് പറയാ, നിങ്ങൾ SSFകാർ വരുമ്പോ ഭയങ്കര ആവേശമാണല്ലോ, അതെന്താ സംഭവം? മൂപ്പര് ഭാര്യനോട് പറയാ, ഞാൻ മരിച്ച നീയല്ല എന്റെ മയ്യത്തെടുക്കൽ, പിന്നെ ആ SSF അവരാ എന്നെ ഖബറടക്കലും എല്ലാ വാട്സപ്പിലും അയച്ചിട്ട് എങ്ങനെങ്കിലും 70,000 തഹ്ലീൽ പൂർത്തിയാക്കലും ആ SSF. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് SSFന്റെ കഴിഞ്ഞ സംഘടനാ വർഷം നമ്മുടെ അടുത്തുള്ള വളരെ വലിയ സ്ഥാപനമായ ജാമിയ സഅദിയ,
ജാമിയ സാനിയയിൽ SSFന്റെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അന്ന് SSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിങ്ങളുടെ കൂടി നാട്ടുകാരനായ CN ജാഫർ സാറാണ്. CN ജാഫർ സാറ് ജനറൽ സെക്രട്ടറി ആയ സംഘടനക്കാരൻ. നമ്മുടെ ക്യാമ്പിന്റെ ലാസ്റ്റത്തെ ദുആഉം നസീഹത്തും നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട മാണിക്കോത്ത് ഉസ്താദ് സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ട് മാണിക്കോത്ത് ഉസ്താദിന്റെ സ്വതന്ത്ര ഭാഷയിൽ നല്ല നസീഹത്തൊക്കെ തന്നിട്ട് ലാസ്റ്റ് പറയാ, ഈ ജാഫർ എന്ന് ഒറ്റ തുടങ്ങുന്നത് CN ജാഫർ സാറയാ പറയുന്നത്. എന്നെ വിളിച്ചേരെ, ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ക്ലാസ് ഒന്നും കട്ടാക്കിയിട്ട് ഇവിടെ ക്യാമ്പിന് ക്ലാസ് എടുക്കാന്ന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ചിന്തിച്ചു, ഞാനൊക്കെ മരണപ്പെട്ടാൽ ഈ ജാഫറൊക്കെ കൂടിയിട്ടല്ലേ എന്റെ മയ്യത്തെടുക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ SSFന്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഞാനല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സമസ്തന്റെ സമുന്നതനായ ആലിമ് പറയുമ്പോൾ സദസ്സിങ്ങനെ കണ്ണീരിലായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും കണ്ണ് കലങ്ങിപ്പോയി. നമ്മുടെ ആലിമീങ്ങൾ ഈ കൊച്ചു കുട്ടികളെ എത്ര താലോലിച്ചിട്ടാണ് വളർത്തുന്നത് എന്ന് ചിന്തിച്ചു പോയി. കൂട്ടുകാരെ, റിസാല കാലം എറണാകുളം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രമുഖ യൂണിറ്റ്. ഒരുപാട് ആൾക്കാർ ചേർന്ന് നിന്ന് വായനക്കാരായി വരിക്കാരായി SSFന്റെ കുട്ടികൾക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പദ്ധതികളെല്ലാം SOSന്റെതും പ്രസ്ഥാന കുടുംബത്തിൻ്റെതെല്ലാം പൂർത്തിയാകും. അങ്ങനെ നമ്മൾ സംഘടനയിൽ സജീവമായ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സെക്ടർ പ്രസിഡന്റായ കാലത്തെ ജോയിന്റ് സെക്രട്ടറി, തളിപ്പറമ്പ് സെക്ടറിന്റെ പ്രസിഡന്റായ കാലത്ത് ജോയിന്റ് സെക്രട്ടറി അസീം മന്ന യൂണിറ്റ്. ആ കുട്ടി ഇന്ന് ഖബറിലാണ്. ആ കുട്ടി SSFന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ബ്രാക്കറ്റിൽ ആ കുട്ടി മരണപ്പെട്ടപ്പോൾ, അസീം മന്ന മരണപ്പെട്ടു, SSFന്റെ മുൻ സെക്ടർ ജോയിന്റ് സെക്രട്ടറി മരണപ്പെട്ടു എന്ന ഒരു മെസ്സേജ് വാട്സപ്പ് ആകുന്ന മുഴുവൻ ഗ്രൂപ്പുകളിലും എത്തിയപ്പോൾ ലക്ഷക്കണക്കിന് തഹ്ലീലുകളാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടിയുടെ ഖബറിലെത്തുന്നത്. ഇന്നും ആ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുന്ന SSFുകാർ അസീമിന് വേണ്ടി ഫാത്തിഹ ഓതുകയാണ്. വളരെ കുറഞ്ഞ കാലം സംഘടനയിൽ നിന്ന് ആ കാലത്ത് സജീവമായി നിന്നപ്പോൾ വിവാഹപ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ കൂട്ടുകാരന്റെ ഖബർ മണിയറയാക്കാൻ ആയിരക്കണക്കിനായ കൂട്ടുകാരെത്തുകയാണ്. എന്റെ ഡിവിഷനിലാണ് ആ കുട്ടി, എന്റെ സെക്ടറിലാണ് ആ കുട്ടി. ഞാന് വേറെ ദൂരത്തുള്ള ഒരു ഡിവിഷന്റെ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ ക്യാമ്പിന്റെ സ്ഥലത്ത് ഒരു ഫ്ലക്സ് കണ്ടു, അസീം മന്ന നഗർ എന്നാണ് അവിടെ പേരിട്ടേക്കുന്നത്. ഞാൻ അവിടുത്തെ ക്യാമ്പിലെ ഡിവിഷൻ കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് അസീമിനെ അറിയാം? എങ്ങനെ അറിയാം? SSFന്റെ തളിപ്പറമ്പ് സെക്ടറിന്റെ മുൻ ജോയിന്റ് സെക്രട്ടറി. അതെ, എന്റെ നാട്ടുകാരനാണ്. ഞാൻ സെക്ടർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സഹഭാരമായ ആ മോനെ നിങ്ങൾക്ക് എങ്ങനെയാ അറിയണത്? SSFലെത്തി, പിന്നെ കുറഞ്ഞ കാലം ഗൾഫിലുണ്ടായി, പിന്നെ തിരിച്ചു വന്ന് SOSൽ ഉണ്ടാകുന്ന കാലത്ത് സാന്ത്വന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അസീമിനെയാണ് വിളിക്കാറ്. ആ വിളിക്ക് ഉത്തരം നൽകിയതിനെ ഇന്ന് കൂട്ടുകാർ ഓർത്തെടുക്കുകയാണ്. എന്റെ SSFുകാരെ, SOSന്റെ കൂട്ടുകാരെ, നമ്മുടെ സംഘടനാ കാലം ഒരിക്കലും വെറുതെ ആവില്ല. ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? അയാളുടെ ജീവിതകാലത്ത് കുറെ ആൾക്ക് തണലായതുകൊണ്ട്. അയാൾക്ക് തണൽ ആവശ്യമുള്ള കാലത്ത് അല്ലാഹു യൗമലാ ദില്ല ഇല്ലാ ദില്ലി, എന്റെ തണലല്ലാതെ വേറൊരു തണലുമില്ലാത്ത ഇന്നേത് ദിവസം നിങ്ങൾക്ക് ഞാൻ തണൽ നൽകാം. എന്താ കാരണം? എന്റെ സൃഷ്ടികളായ പല പാവങ്ങൾക്കും നിങ്ങൾ അന്ന് തണലായിട്ടുണ്ട്. സംഘടനക്കാരെ നമ്മൾ തണലാവണം. പാവപ്പെട്ടവർ, അവശതകൾ അനുഭവിക്കുന്നവർക്ക്, ലഹരിയിൽ മുങ്ങി ജീവിതം തിമിർത്താടി ജീവിതം തകർത്തെറിഞ്ഞ് അടിച്ചുപൊളിയാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന ലിബറൽ സിദ്ധാന്തക്കാരായ ക്യാമ്പസ് കൂട്ടുകാരെ നമ്മൾ കൈയൊയ്യരുത്, അവരെ ചേർത്ത് പിടിക്കണം. അതിനാണ് അവശത അനുഭവിക്കുന്ന രോഗികൾ, പാവപ്പെട്ടവർ, അവർക്ക് സാന്ത്വന പ്രവർത്തനം നടത്താനാണ് SOS. കൂട്ടുകാരെ നമ്മൾ ഇടപെടണം. ഇന്ന് നമ്മൾ കുറെ കൂട്ടുകാർക്ക് തണലായാൽ തീർച്ചയായിട്ടും നമുക്ക് തണല് വേണ്ട സമയത്ത് അല്ലാഹു നമുക്ക് തണല് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രധാന വിഷയത്തിലേക്ക് എന്നെ തിരിച്ചു വരുന്നു. തെറ്റില്ലാത്ത ഒരു ജീവിതം, അതാണ് ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാനുള്ള വഴി. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനാണ്.
തെറ്റ് ചെയ്യുമ്പോൾ ആകെ ഉള്ളത് രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ധിക്കാരാണല്ലോ. ധിക്കാരല്ലേ? ഒരു ചെറുപ്പക്കാരിയായ മോള് ഫോൺ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ മോന് ഫോൺ എടുത്തിട്ട് ഒരു ഹറാമ് കാണുമ്പോൾ അയാൾക്കറിയാം ഈ തെറ്റെല്ലാം ഞാൻ കാണുമ്പോ അള്ളാഹ് എന്നെ കാണുന്നുണ്ട്. എന്നിട്ടും അയാൾ തെറ്റ് നിർത്താണ്ട് പിന്നെ തുടരുകയാണ്. അത് ഭയങ്കര ധിക്കാരല്ലേ? നീ കണ്ടാലെന്ന എന്ന അർത്ഥത്തിലാണല്ലോ. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനാ ഉള്ളത്. എന്താണത്? വേറൊരു ഓപ്ഷൻ. എന്താ ഓപ്ഷൻ? തെറ്റ് കണ്ടോണ്ടിരിക്കുന്നതും തെറ്റ് ചെയ്യുന്നതും അള്ളാഹ് കാണുന്നില്ല എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അതെന്തൊരു കുഫ്റാടോ? അന്ധനായ അള്ളാഹുലാണോ നീ വിശ്വസിക്കുന്നത്? പിന്നെ എങ്ങനെയാ നീ മുസ്ലിമായിട്ട് ഒരിക്കലും? ഇന്റെ അള്ളാഹ് കാഴ്ചയില്ലല്ലേ? എന്തേ അള്ളാഹ് കാണാത്തത്? ലൈറ്റ് ഓഫ് ആക്കിയില്ലല്ലോ ഞാന്. പിന്നെ എങ്ങനെ കാണല്? വാതിലടിച്ചിട്ടുണ്ട്, കുറ്റിയിട്ടിട്ടുണ്ട്, നമ്പർ ലോക്കാണ് എന്റെ ഫോണ്, നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുന്നുണ്ട്, ഡിലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ കാണല്? ഈ അള്ളാഹിലാണോ നീ വിശ്വസിക്കുന്നത്? ചില ചെറുപ്പക്കാരുടെ അള്ളാഹ് കാഴ്ചയില്ല. ചില ചെറുപ്പക്കാരികൾ വിശ്വസിക്കുന്ന അള്ളാഹ് അന്ധനാണ്. ഇതല്ലേ ഈ പറയണത്? അതെന്തൊരു കുഫ്റാടോ? അള്ളാഹ് കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നീ തെറ്റ് ചെയ്യുന്നെങ്കിൽ ധിക്കാരം. അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നീ തെറ്റ് ചെയ്യുന്നെങ്കിൽ കുഫ്ർ. പിന്നെ നീ എന്തിനാ ചെറുപ്പത്തിൽ മദ്രസയിൽ പോയിട്ട് സമീഉൽ ബാസിറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാത്തുനിൽ ഇൽമി കലാമുൻ ഇസ്തമർ. ഇതൊക്കെ എന്തിനാ പഠിച്ചത്? എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ് എന്നല്ലേ നീ പഠിച്ചത്? അല്ലാഹുവിലല്ലേ നിന്റെ വിശ്വാസം? പിന്നെന്തിനാ മോനെ നീ വാതിലടച്ചത്? പിന്നെന്തിനാ കുറ്റിയിട്ടത്? പിന്നെന്തിനാ ഡിലീറ്റ് ആക്കിയത്? ആരും കാണാൻ, ആര് കാണാൻ? ഉപ്പ, ഉമ്മ, ഉസ്താദ്, ഏട്ടൻ, അനിയൻ, ഭാര്യ, ഭർത്താവ്, മക്കൾ. അപ്പോഴും അല്ലാഹ് ബാക്കിയില്ലേ? ഒരാള് ഹറാമ് കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ജ്യേഷ്ഠന്റെ കുട്ടി അവിടെ വന്നു, അല്ലെങ്കിൽ അനുജന്റെ, അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഇത്താത്തന്റെ കുട്ടി വന്നു. UKG 6ാം ക്ലാസ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഏതെങ്കിലും ഒരു ക്ലാസ് ആവട്ടെ, 6 വയസ്സുള്ള മോൻ, ആരെങ്കിലും ആവട്ടെ. ഈ കുട്ടി വന്നിട്ട് നീ എന്തിനാണ് ഓഫാക്കിയത്? അത് എനിക്ക് മനസ്സിലാവും ഉസ്താദേ. ഓനിക്ക് എങ്ങനെ മനസ്സിലാവും? UKG-യിലല്ലേ? നീ സിനിമ കാണുന്നു, ഓളോടാ ചാറ്റ് ചെയ്യുന്നല്ല, എങ്ങനെ മനസ്സിലായാലും? അച്ചക്കനെ വെച്ച് ചാറ്റ് ചെയ്യുന്നല്ല, എന്റെ അനിയത്തിക്ക് തിരിയോടി. ഉസ്താദ് ഏതാ സാധനം എല്ലാം ശരി. ഓനിക്കങ്ങനെ തിരിയില്ല. 6 വയസ്സാണ്, ഭയങ്കര ബുദ്ധിയാണ്. അല്ലാഹ് അത്രയും അല്ലേ? അല്ലാഹ് അത്രയില്ലല്ലോ. UKG പഠിക്കുന്ന ചോട്ട ഒരു കുട്ടി വന്നിട്ട് നീ ഓഫാക്കി, അല്ലയോ തിരിയൂലേ? ഏത് അല്ലാഹുവിലാ മോനെ നീ വിശ്വസിക്കുന്നത്? പിന്നെ എങ്ങനെയാ അള്ളാന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ മരണപ്പെടുന്നത്? ഹാജാതങ്ങളെ മനസ്സല്ലേ ഇത്? ഹാജാതങ്ങളെ ആണ്ടല്ലേ ഇത്? ആ പരിപാടിയല്ലേ ഇത്? ഫ്ലക്സിലും നോട്ടീസിലും അജ്മീർ ആണ്ട് നേർച്ചന്നല്ലേ നമ്മൾ കൊടുത്തത്? ആ ഹാജാതങ്ങൾ വഫാത്തായത് എങ്ങനെ? അങ്ങനെ നെറ്റിയിൽ എഴുതിയിട്ടല്ലേ ഒരു പോയത്? നമ്മുടെ ലാസ്റ്റത്തെ വർത്താനം അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ മരിക്കണ്ടേ നമുക്ക്? അപ്പൊ അല്ലാഹുവിൽ ശരിക്കും വിശ്വസിക്കണ്ടേ? അല്ലാഹുവിൽ വിശ്വസിക്കണ്ടേ? കാഴ്ചയില്ലാത്ത അല്ലാഹുവിലാണോ നീ വിശ്വസിക്കുന്നത്? അങ്ങനെ നമ്മളോട് ചോദിക്കണം. യഥാർത്ഥത്തിൽ
ഒരു മനുഷ്യൻ ജീവിക്കുമ്പോ ആലോചിക്കേണ്ടതിനെ കുറിച്ച് കിതാബിലുണ്ട്. എന്താ ഉള്ളത്? 6 സാക്ഷികൾ ഉണ്ടാവും. അള്ളാന്റെ പുറമെ 6 സാക്ഷികൾ അയാളുടെ ഏത് കാര്യവും കണ്ട് അള്ളാന്റെ അടുത്ത് പറയും. അള്ള എന്തായാലും കാണും. അള്ള അല്ലാത്ത 6 സാക്ഷികൾ ചുറ്റുവട്ടത്തുണ്ടാവും. എപ്പോഴും ഉണ്ടാവും. ഏത് ലൈറ്റ് ഓഫ് ആക്കാനും ഉണ്ടാവും, ഏത് റമദാൻ അല്ലാത്ത കാലത്തുണ്ടാവും, ഏത് കാലത്തും. ഒന്നാമത്തെ സാക്ഷി സ്ഥലം. ഈ വയലിൽ ഇരുന്നതും വയല് പറഞ്ഞതൊക്കെ ഇവിടെയുള്ള എല്ലാ സ്ഥലവും ആഖിറത്തിലെത്തിയിട്ട് പറയും. അതുകൊണ്ടാണ് ഫർള് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നത്. എന്താ കാരണം? 2 സ്ഥലവും സാക്ഷി. ബാങ്ക് കൊടുക്കുന്ന ആള് കൊടുത്താല് ഇഖാമത്ത് കൊടുക്കുമ്പോ കുറച്ച് മാറിയിരിക്കണം. എന്തിന്? 2 സ്ഥലവും സാക്ഷി. ദിക്ർ ചൊല്ലുമ്പോഴും ഖുർആൻ ഓതുമ്പോഴൊക്കെ കുറച്ച് ഒച്ചത്തിൽ ഓതണം. എന്തിന്? ഈ ഒച്ച കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട് സ്ഥലം സാക്ഷി. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മോനെ വിജനമായ സ്ഥലത്താണെങ്കിലും നീ ബാങ്ക് കൊടുക്കുമ്പോൾ ഉറക്കെ കൊടുക്കണം. എന്തിന്? എല്ലാ സ്ഥലവും സാക്ഷി. അപ്പൊ ഒരാളെ എസ്എസ്എഫിന്റെ യൂണിറ്റ് ഉണ്ടാക്കിയാലോ, ഒരു പ്രദേശത്ത് പോയിട്ട് SOSന്റെ മുസ്ലിം ജമാഅത്തിന്റെ ആ സ്ഥലം മുഴുവനും സാക്ഷി. അപ്പൊ പഴയ ആലിമീങ്ങൾക്ക് SSFന്റെയും SOSന്റെ ഒക്കെ പ്രവർത്തകർക്ക് കിട്ടുന്ന കൂലി ആലോചിച്ച് നോക്കി. ആ യൂണിറ്റിലെ മുഴുവൻ കൂലിയും അവർക്ക് കിട്ടും. താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമ ഉസ്താദൊക്കെ അങ്ങനെ ജീവിച്ചിട്ടല്ലേ നമ്മളിൽ നിന്ന് വിട പറഞ്ഞത്. അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. സ്ഥലം സാക്ഷി. ഭൂമി അതിന്റെ എല്ലാം പുറത്തെടുക്കും എന്ന് പറഞ്ഞാൽ ഭൂമി ഖിയാമത്ത് നാളിൽ എല്ലാം തുറന്നു പറയും. ഈ സ്ഥലം സാക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ സ്ഥലത്തുള്ള മുഴുവൻ വസ്തുക്കളും സാക്ഷിക്കുന്നു. അപ്പൊ ഈ വാല് സദസ്സിൽ വന്ന ആളുടെ 2 മണിക്കൂർ മൈക്ക്, സ്റ്റാൻഡ്, ലൈറ്റ്, സ്പീക്കർ, കസേര, ലാപ്ടോപ്പ്, ക്യാമറ, കസേര, ചരൽക്കല്ലുകൾ, റോഡ്, ആ ബൾബ്, ഓട്ടോറിക്ഷ, ട്യൂബ് എല്ലാം സാക്ഷിക്കും. എല്ലാം സാക്ഷി. കണ്ടോ? എല്ലാം സാക്ഷി. സ്ഥലം സാക്ഷി. അപ്പൊ സ്ത്രീകളും വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം, കുറച്ച് ഉറക്കം ഓതണം. അന്യപുരുഷൻ പരിസരത്ത് ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ശബ്ദം ഉയർത്തും. എന്തിന്? അവർക്കും സാക്ഷിക്കണം. അവിടെയുള്ള മുഴുവൻ വസ്തുക്കളും സാക്ഷി. അപ്പൊ ഒരാള് തെറ്റ് ചെയ്താലോ തെറ്റും സാക്ഷി. ഒരാള് ഫോണെന്ന് ഹറാമുണ്ട്, അപ്പൊ സാക്ഷി. തലയണ കവറ്, ബെഡ്ഷീറ്റ്, കട്ടിള, വാതില്, ഇവൻ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടിട്ട കുറ്റി ഉണ്ടല്ലോ, ആ കുറ്റി ഇങ്ങനെ നോക്കിയിട്ട് പൊട്ടാ സാക്ഷി. ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടിട്ട കുറ്റിയില്ലേ, അത് സാക്ഷി. എല്ലാ വസ്തുക്കളും സാക്ഷി. അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോ മകൾ ഇങ്ങനെ കരയുന്നുണ്ട്. മകളോട് മോളെന്തിനാ കരയണത്? ഉപ്പാന്റെ നരകത്തിലിടുന്ന് പേടിച്ചിട്ടാ? ആ പേടി വേണ്ട. ഉപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. 25 കൊല്ലം ഈ റൂമിൽ ഉപ്പ ജീവിച്ചിട്ട് ഒരു തെറ്റ് പോലും ഈ റൂമിൽ ഉപ്പ ചെയ്തിട്ടില്ല. ബെഡ്ഷീറ്റിന്റെ കഥ, ബെഡിന്റെ കഥ, റൂമിന്റെ കഥ, കട്ടിലയുടെ കഥ. നമ്മളെ കുറിച്ച് നമ്മളെ കട്ടിലിന് എന്താ പറയാനുണ്ടാവുക? വാതിൽ, കർട്ടൻ, ജനൽ, സോഫ, പൊട്ടെ, ഈ മൊബൈൽ എന്ത് കഥ പറയും നമ്മളെ കുറിച്ച്? തിരിച്ചു വരുമല്ലോ ആഖിറത്തിലേക്ക്, എല്ലാം തിരിച്ചു വരും. എന്നിട്ട് പറഞ്ഞിട്ട് നമ്മുടെ വസ്ത്രം, നമ്മുടെ കണ്ണട, നമ്മുടെ മോതിരം, നമ്മുടെ വാച്ച്, നമ്മുടെ എല്ലാം നമ്മളെ കുറിച്ച് കഥ പറയുന്ന ഒരു ദിവസം നാണക്കേടാണ്.
നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നമുക്കെതിരാവുന്ന ഒരു ഘട്ടം വരും കൂട്ടുകാരെ. അന്ന് ജയിക്കണം. അതിനെ തെറ്റ് ചെയ്യാതിരിക്കണം. അതാണ് ഇന്നത്തെ വയലിന്റെ പ്രമേയം. രണ്ടാമത്തെ സാക്ഷി സമയം. റമളാൻ അനുകൂലാക്കണേ നമ്മൾ ദ്വാരക്കാറില്ല. റമളാൻ മാത്രമല്ല, എല്ലാ സമയവും സാക്ഷി. ഓരോ സമയവും അള്ളാന്റെ അടുത്ത് വന്നിട്ട് പറയും, ഇങ്ങനെയാണ് ഇയാൾ ചെയ്തത്. 18-ാം വയസ്സിൽ മരണപ്പെട്ട ചെറുപ്പക്കാരൻ, 17-ാം വയസ്സിൽ മരണപ്പെട്ട ചെറുപ്പക്കാരി ആഖിറത്തിലെത്തിയാൽ ഏട് വായിക്കാൻ തുടങ്ങും. പ്രായപൂർത്തിയായത് 14-ാം വയസ്സ്, ജീവിച്ചത് 18 വയസ്സ്. 4 കൊല്ലം മാത്രമേ പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചിട്ടുള്ളൂ. അപകടത്തിലാണ് മരണപ്പെട്ടത്. പേര് ഇന്നത്, വയസ്സ് ഇങ്ങനെ. 4 കൊല്ലമാണ് ഏടിൽ വായിക്കേണ്ട കാലമുള്ളത്. 4 കൊല്ലത്തിനിടയിൽ ജീവിച്ച് മരിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങൾ വായിക്കുന്നു. നമ്പർ ഇട്ടിട്ട് 1 3,38,436 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടു. 1 ഇതാണ് കുട്ടികൾക്ക് വായിക്കാനുണ്ടാവും. നിർത്തൂ. റജബാണ്, അവസാനിപ്പിക്കൂ. നന്നാവാനാണ് വയലലോ. നിർത്തണം. എത്ര കാലം ഈ പൊട്ടൻ ജീവിതം തുടരുക? എത്ര കാലം? ഏത് കാലത്താണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുക? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ആരോടാണ് ഈ തെറ്റ് ചെയ്യണത്? അള്ളാഹിനോട്. ആരാണ് അല്ലാഹു? ഉമ്മന്റെ ഗർഭപാത്രത്തിലുള്ള കാലം മുതൽ ഇന്നത്തെ ഉച്ചക്കത്തെ വരെ ഫുഡ് തന്ന അല്ലാഹു. ഈ അള്ളാഹിനേക്കാൾ നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത്? ഈ അള്ളാഹിനോടല്ലേ നമ്മൾ തെറ്റ്? ചില ആളുടെ ജീവിതം കണ്ടാൽ തോന്നും അള്ളാഹ് എന്തോ എന്നോട് ചെയ്തിന്, എന്തോ വാശി തീർക്കുന്ന പോലെയാ. നെറ്റ് ഇന്ന് തീരുവല്ല, അതുകൊണ്ട് കണ്ടു തീർക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് കാണുകയാണ്. കണ്ട വേൾഡ് കപ്പ് തന്നെ ഹൈലൈറ്റ് ഒന്നും കൂടി കാണുകയാണ്. ഈ കുട്ടിക്ക് തന്നെ അറിയാം ഈ കളിയിൽ ആരാ ജയിച്ചത് തോറ്റത്, എന്നാൽ ഒന്നും കൂടി കാണും. എന്തിനാ മോനെ നമ്മുടെ ആയുഷ്കാലം തീർക്കണം? രണ്ടാമത്തെ സമയം സാക്ഷി സമയം. ഓരോ ദിവസവും പ്രഭാതം വന്നിട്ട് പറയും, ഇന്നമാ അന്ത അയ്യാം, മോനെ നീ ആകെ കുറച്ച് ദിവസങ്ങളാണ്. വഅലാ അമലിക ഷഹീദ്, നീ ചെയ്യുന്നതൊക്കെ അക്കം കിട്ടും അല്ലാഹുവിന്റെ അടുത്ത് ഞാൻ പറയും. ഓരോ ദിവസവും വന്നിട്ട് പറയുന്നു. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദുനിയാ സഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമാണ്. ഫജ്അൽഹാ ത്വഅ, ആ സമയത്തിനൊക്കെ നീ ഇബാദത്താക്കി മാറ്റണം. സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടിട്ട് എടുത്ത ഫോണ്, പിന്നെ സമയം പോയത് അറിയാതെ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വെക്കല്. ലാസ്റ്റ് സീൻ ടുഡേ 12:35. ഓരോ സമയം അല്ലാഹുവിന്റെ അടുത്ത് പറയൂലേ സാക്ഷി. പിന്നെ 12 മണിക്ക് മുമ്പ് ഉറങ്ങിയിട്ടില്ല, സാക്ഷി നിൽക്കും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരാൾ നന്നായി എന്ന് മനസ്സിലായാൽ എപ്പോഴാണെന്നറിയാം? സമയത്തിന് വില കൽപ്പിക്കും, സമയം നഷ്ടപ്പെടുത്താതിരിക്കും. അതാണ് രണ്ടാമത്തെ സാക്ഷി. മൂന്നാമത്തെ സാക്ഷി അൽ-ലിസാൻ, നാവ് സാക്ഷി. നാവ് സാക്ഷി എല്ലാം പറയും. നാവ് അല്ലാഹുവിന്റെ അടുത്ത് പറയും. നാവ് ഒരു രാജാവിന്റെ റോള് വഹിക്കുകയാണ്, എല്ലാം പറയും. നാലാമത്തെ സാക്ഷി അൽ-അർക്കാൻ, അവയവങ്ങൾ. എല്ലാ അവയവങ്ങളും അല്ലാഹുവിന്റെ അടുത്ത് സംസാരിക്കും. നാവ് ഇങ്ങനെ പറയും, ഇയാൾ ഇങ്ങനെ ചെയ്തിന്, ഇയാൾ ഇങ്ങനെ ചെയ്തിന്, ഇങ്ങനെ ചെയ്തിന്. പിന്നെ കളവ് പറയാൻ ശ്രമിക്കുമ്പോഴാണ് എന്നരാന്ന് വായക്ക് സീല് വെക്കല്ല. അല്ലാതെ പരലോകത്ത് കയറുമ്പോ തന്നെ വായക്ക് സീലൊന്നും വെക്കൂല. മലക്കൾ ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ ചെയ്തിന്, ഇയാള് 2 കോടി ഹറാം ഇൻസ്റ്റയിലൂടെ തന്നെ ചെയ്തിന്, പിന്നെ 10 കോടി ഇത്ര ചെയ്തിട്ടില്ല എന്നാണ് വായക്ക് സീല് വെക്കല്. കളവ് പറയുന്നത് ചെയ്യുകയും ചെയ്തിട്ട് എന്നേരാ വായക്ക് സീല് വെക്കല്. അപ്പോൾ കൈകൾ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കും. നമ്മ സംസാരിപ്പിക്കും എന്നല്ല, പോലീസ് പ്രതിയെ പിടിച്ചിട്ട് അടിച്ചിട്ട് പറയിപ്പിക്കുന്നല്ല, ഇങ്ങോട്ട് വന്നിട്ട് കീഴടങ്ങുക. കൈ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും.
ഏറ്റവും പ്രധാനമായിട്ട് സംസാരിക്കൽ ഈ രണ്ട് അവയവങ്ങൾ, ഈ രണ്ട് വിരലായിരിക്കും. കാരണം ക്ലിക്ക് സ്ക്രോൾ ചെയ്യുന്നത് ഇവരെ കൊണ്ടാണ്. ഈ രണ്ട് വിരലുകളായിരിക്കും ആഖിറത്തിൽ നമ്മളെ ഏറ്റവും വലിയ മോർട്ടൽ എനിമീസ്, കഠിന ശത്രുക്കൾ. വന്നിട്ട് പറയും അപ്പൊ കാല് സാക്ഷി. ആദ്യമായിട്ട് പരലോകത്ത് സാക്ഷിക്കല് വലതുഭാഗത്തെ തൊടയായിരിക്കും. ആദ്യം സാക്ഷിക്കല് വലതുഭാഗത്തെ തൊടയ. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പറയും കഥകൾ. ഓരോ ചീനളില്ല കഥകൾ ഇങ്ങനെ കെട്ടഴിഞ്ഞു വീഴും. അമ്പിയാക്കൾ, ഔലിയാക്കള്, ഉമ്മാമ, ഉപ്പാപ്പ, ഉസ്താദ്, ഡിവിഷൻ ജില്ലാ നേതാക്കളുടെ ഒക്കെ മുമ്പിൽ നിന്ന് കെട്ടഴിഞ്ഞ കഥകൾ ഇങ്ങനെ വരും. പുറത്തറിഞ്ഞാൽ നാണക്കട എന്ന തെറ്റ് രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് മുത്തുനബിന്റെ ശഫാഅത്ത് കിട്ടൂല എന്നാ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയണത്. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും റൗളയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് വിഷമാവുന്ന ബഹറുദ്ദുമുഇ ഹാഫിൽ ഇബ്നുൽ ജൗസി തങ്ങൾ വിശദീകരിക്കുന്നത്. പിന്നെ എങ്ങനെയാ നമുക്ക് ശഫാഅത്ത്? അവയവങ്ങൾ സാക്ഷി. നല്ലതും പറയും, മോശവും പറയും. ഒരാളുടെ നന്മ തിന്മ തൂക്കി, നന്മ കുറച്ച് കുറവ്, തിന്മ അധികം, അയാൾ നരകത്തിലേക്ക് പോണ്ട ആളാണ്. അങ്ങനെ നരകത്തിലേക്ക് ഒരുക്കു കൂട്ടുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ കണ്ണിന്റെ ഒരു രോമം എണീറ്റ് നിന്നിട്ട് അള്ളാഹിനോട് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? പറഞ്ഞോളി. ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരഞ്ഞ സമയത്ത് എന്റെ മുകളിലൂടെ കണ്ണീരൊലിച്ചിട്ടുണ്ട്. ആ രോമം നന്മയുടെ തട്ടിൽ പോയി ഇരിക്കുമ്പോൾ നന്മയുടെ തട്ട് ഭാരമാവുന്നു, അയാൾ വിജയിക്കുന്നു. ഒരു രോമം കൊണ്ട് അയാൾ രക്ഷപ്പെടുന്നു. നമ്മുടെ നഖം സാക്ഷി. ജനാപത്തുകാരനായിരിക്കെ, വലിയ ശുദ്ധി ഉണ്ടായിരിക്കെ നഖം മുറിക്കരുത് എന്തിനാ പറയണത്? പരലോകത്ത് ആ നഖം വന്ന് കളിയാക്കുന്നുണ്ട്. അവയവങ്ങളൊക്കെ കഥ പറയുന്ന ഒരു ദിവസമുണ്ട്. അല്ലോ കൈകൾ സംസാരിക്കുന്നു. ഖുർആൻ സാമ്പിൾ പറഞ്ഞതാ. എല്ലാ അവയവങ്ങളും അവർക്ക് പറയാനുള്ള മുഴുവൻ കാര്യവും പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പറയുന്ന കഥ എന്തായിരിക്കും? നിന്നെ ഓർത്തിട്ടാണ് ഉമറിന്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് എന്താ കഥ പറയാനുണ്ടാവുക? നിന്നെ ഓർത്ത് കരണ്ട് കണ്ണീര് തീർന്നിട്ടാണ് ഞാൻ അന്ധനായി പോയത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് എന്താ കഥ പറയാനുണ്ടാവുക? എന്റെ കൊച്ചിളം കാലത്ത് 8-ാം വയസ്സിൽ അല്ലെങ്കിൽ 10-ൽ ഇസ്ലാമൊക്കെ വന്നിട്ടുണ്ട്. ശേഷം ഒരു തവണ പോലും എന്റെ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടിട്ടില്ലെന്ന് അലി ഖത്താദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് എന്ത് കഥയാ പറയാനുണ്ടാവുക? ഉഹദ് യുദ്ധത്തിൽ മുത്തുനബിയുടെ നേരെ അമ്പ് വന്നപ്പോൾ ഞാനാണ് സംരക്ഷിച്ചത്, എന്റെ കണ്ണാണ് വെച്ചത്. അമ്പ് തുളഞ്ഞു കയറിയിട്ട് ആ അമ്പ് പറിച്ചപ്പോ എന്റെ കണ്ണറ്റുപോയി, നരമ്പിൽ തൂങ്ങി. ആ കണ്ണാണ് ഈ രണ്ട് കണ്ണുകൾ. അപ്പോഴും നമ്മുടെ കണ്ണ് എന്ത് കഥ പറയും? യൂട്യൂബ്, ക്രോമിന്റെ, ഇൻസ്റ്റയുടെ, ഹറാമിന്റെ കഥകളാണെങ്കിൽ കൂട്ടുകാരെ, അതൊക്കെ പൊറുപ്പിക്കാനാണ് റജബ് അല്ലാഹു തന്നത്. അതിനാണ് അല്ലാഹു റജബ് തന്നത്. കറുത്തുപോയ നിന്റെ ഏടുകളെ വെളുപ്പിക്കൂ മോനെ, അതിനാണ് റജബ് അല്ലാഹു തന്നത്. അഞ്ചാമത്തെ സാക്ഷിയാൽ മലായിക, മലക്കുകളാണ്. ഓരോ മനുഷ്യന്റെ കൂടെയും എത്ര മലക്കുകളുണ്ടാവും? ആ മലക്കുകൾ മുഴുവനും നമ്മളെ കുറിച്ച് കഥ പറയും, സാക്ഷി നിൽക്കും. ഒരാളുടെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൂടെ പതിറ്റാണ്ടുകളായി ഉണ്ടായ 65 വയസ്സ് വരെ ഉണ്ടായ ആ മലക്ക് അയാളുടെ വീട്ടിന്റെ മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. ഈ റൂഹ് പോകുകയാണ്. മയ്യത്തായ ശരീരം, ഇനി എനിക്ക് ഇവിടെ സ്ഥാനമില്ല. ഇയാളുടെ റൂഹ് കൊണ്ടുപോകുമ്പോൾ ഈ മലക്ക് ഈ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലിന്റെ മേലെ നിൽക്കും.
65 കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായ മലക്ക് നമ്മളെ കുറിച്ച് മോശം പറഞ്ഞാൽ നമ്മുടെ അടിമുടി മുഴുവനും അറിയുന്നവരാണ് മലക്കുകൾ. +2 ചങ്ക് ബ്രോ 2 കൊല്ലം കഴിഞ്ഞാൽ ഹാസ് ഗോൺ, കഴിഞ്ഞു. ഡിഗ്രിയിലെ കൂട്ടുകാരൻ സെന്റ് ഓഫിൽ കഴിഞ്ഞു. ഭാര്യ തീർന്നു, മരിച്ചാൽ തീരും. വേറെ പെണ്ണ് കെട്ടിയാലും തീരും. മലക്കുകൾ അങ്ങനെയല്ല. നമ്മുടെ കൂടെ എത്ര കാലം, ഉമ്മന്റെ ഗർഭത്തിലുള്ള കാലം മുതൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. ആ മലക്കുകൾ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ റഖീബ് അതീദ് അലൈഹിമുസ്സലാം അവരെല്ലാം അറിയും, എല്ലാം ഏറ്റുപാടും. അവരെ വെറുപ്പിക്കരുത്. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ ജീവിക്കുമ്പോ ഏറ്റവും കൂടുതൽ നീ പേടിക്കേണ്ടത് മിൻ ഖിബലിൽ മലായികതി അയക്തുബു മാ യഫ്തഹു ബിഹി യൗമൽ ഖിയാമ. നിന്റെ കൂടെയുള്ള മലക്കുകൾ നിന്നെ നാറ്റിക്കുന്ന കേസുകൾ FIR ആയിട്ട് ഇങ്ങനെ റെഡിയായി എഴുതി വെക്കുന്നതിനെ നീ നാണക്കടായി പേടിക്കണം. പോലെ നിന്നെ നാറ്റിക്കുന്ന പലതും എഴുതി വെക്കുന്നുണ്ട് ഇങ്ങനെ, അത് നീ പേടിക്കണേ പോലെ. മലക്ക് 6ാമത്തെ സാക്ഷി അൽ ഖുർആൻ. നിന്റെ വീട്ടിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ നിന്നെ കുറിച്ച് സാക്ഷി. വൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം, രണ്ടിലൊന്ന് സാക്ഷി. ഖുർആൻ സാക്ഷി. റൂഹുൽ ബയാൻ എന്ന കിതാബ് ചോദിക്കുക, ഇതിന്റെ ഒക്കെ പുറമെ അള്ളയും കാണുന്നുണ്ട്. ഈ 7 ആള് ചുറ്റുവട്ടത്തുണ്ടായിട്ട് നിനക്ക് എങ്ങനെയാ തെറ്റ് ചെയ്യാൻ ധൈര്യം വരുന്നത്? തൊലിക്കട്ടി തന്നെ മനുഷ്യ, ഒരപാര തൊലിക്കട്ടി തന്നെ. ഈ 7 ആളും നിന്നെ കുറിച്ച് എല്ലാ ചിത്രം എടുക്കുന്നുണ്ട്. എന്നിട്ട് നീ തെറ്റ് ചെയ്യാ, എന്നിട്ട് നാണക്കണടാ, എന്നിട്ട് ഡിലീറ്റ് ആക്കുക. എന്തിനാണ് നീ ഡിലീറ്റ് ആക്കണത്? മലക്കുകളെ കാണാണ്ട് കാണാൻ ഒരപാര മനുഷ്യൻ തന്നെ എന്നാണ് റൂഹുൽ ബയാൻ. ശരിയെന്നല്ലേ? ശരിക്കും തെറ്റില്ലാത്ത കുറെ നന്മകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇസ്ലാം നമ്മളോട് പറയുന്നത് തെറ്റ് ഇല്ലാത്ത ഒരു ജീവിതം. കുറെ സുന്നത്തോമ്പില്ല, കുറെ ഖത്മുകൾ തീർത്ത കഥകളില്ല, ലക്ഷക്കണക്കിന് സ്വലാത്തിന്റെ ബൗണ്ടില്ല, ഒന്നുമില്ല. ഹിദായ എന്ന കിതാബിൽ പറഞ്ഞത് നന്മകൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. സാന്ത്വന പ്രവർത്തനം നടത്തുന്നു, തോരണം കെട്ടുന്നു, ഡെക്കറേഷൻ ബൾബ് കെട്ടുന്നു, രാത്രി ഉറക്കം കഴിഞ്ഞിട്ട് ബാക്കി പല സേവനങ്ങളും ചെയ്യുന്നു. പക്ഷേ നീയും അള്ളയും മാത്രം ഉള്ള ഒരു സന്ദർഭം, മൊബൈൽ ഉണ്ട്, നെറ്റ് ഉണ്ട്, റൂം അടച്ചിട്ടുള്ളത്, വേറെ ഒരാളും കാണില്ല, നീ അള്ളയും. അന്നേരം നീ എന്താണോ അതാണ് നീ. ആളെ മുമ്പിൽ സേവനം, അത് മൊമെന്റോ കിട്ടാനായിരിക്കും, ചിലപ്പോ സ്റ്റേജും വന്ന് പേര് പറയാനും. അത് അടക്കട്ടെ, നീയും അള്ളയും മാത്രം ഉള്ളൊരു സന്ദർഭം ഉണ്ടല്ലോ. എന്നേരം മനസ്സിലാവും നിനക്ക് അള്ളാനോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ. അതാണ് പോയിന്റ്. തെറ്റില്ല. ഇതാണ് ആരോഗ്യം കൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള ഒന്നാമത്തെ. രണ്ടാമത്തെ വഴി എന്തേ? ആരും അറിയാത്ത എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ ആയ ഇബാദത്ത് നമുക്കുണ്ടാവും. ആരും മരിച്ചാൽ അനുസ്മരണ പ്രഭാഷണത്തിലും വേണ്ട, ഒരാളും അറിയാത്ത എന്തെങ്കിലും ഒരു ഇബാദത്ത് നമ്മളെ കയ്യിൽ ചിപ്പിക്കകത്ത മുത്തുപോലെ സൂക്ഷിച്ചിട്ടുണ്ടാവണം എന്ന് ഇബ്നു ബത്താൽ റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ എഴുതി വെക്കുന്നു. ചില മഹാന്മാരുടെ അത്തരം ഇബാദത്തുകൾ പുറത്തേക്ക് വരും ചിലപ്പോൾ. അത് അല്ലാഹു ബാക്കിയുള്ളവർക്ക് കൂടി ആ നന്മ ചെയ്യാൻ പ്രചോദിപ്പിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ബിലാൽ
മോനെ ബിലാലെ, ഇന്നലെ ഞാൻ സ്വപ്നത്തിൽ സ്വർഗം കണ്ടപ്പോൾ, സ്വർഗത്തിലെത്തിയപ്പോൾ നീ എങ്ങനെയാ അവിടെ വേഗത്തിലെത്തിയതായിട്ടാണല്ലോ കാണുന്നത്? നബിമാരുടെ സ്വപ്നം നിറ വഹിയാണല്ലോ. ലാ തുൻകിരിൽ വഹ്യ മിൻ റുഖിയഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനം. നബിമാര് ഖൽബ് ഉറങ്ങൂല, കണ്ണുറങ്ങിയാലോ. അതുകൊണ്ടാണ് നബിമാരുടെ ഉറക്കം കൊണ്ട് വുളു മുറിയാത്തത്. ബിലാൽ എങ്ങനെ വേഗത്തിൽ സ്വർഗത്തിലെത്തിയത്? അതിന്റെ കാരണം പറയൂ. മറുപടി, ഞാൻ എപ്പം വുളു പറഞ്ഞാലും വുളു എടുക്കും, എപ്പോൾ വുളു എടുത്താലും വുളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതന്നെ. ഇതിനെ വിശദീകരിച്ച് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. കണ്ടോ, ആരും അറിയാത്തൊരു ഇബാദത്ത് ബിലാൽ ഞങ്ങൾ കരുതി വെച്ചിട്ട്. ഇതേപോലെ ആരും അറിയാതെ പള്ളിയിൽ രാവിലെ 10:30 പകല് ഒരു മുസാഫ് കൊണ്ടേക്കുക. റമളാനില് ആ ഖുർആനില് കുറെ ആള് ഖത്മ് തീർക്കേണ്ട കഴിഞ്ഞ് കൂലി കിട്ടും. ആരും അറിയാതെ ഒരു ഇബാദത്ത്, എന്തെങ്കിലും ആരും അറിയാതെ പാവപ്പെട്ടവരൊക്കെ സ്വതക്ക. ചില മഹാന്മാര് അവരുടെ ഇബാദത്ത് ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് പാതിരാത്രി സ്വതക്ക കൊടുക്കാൻ വിചാരിച്ച ക്യാഷ് എടുത്തിട്ട് പോകും. എന്നിട്ട് ഇരുട്ടില് ഒരു മനുഷ്യരൂപം കണ്ടാൽ കൊടുത്തിട്ട് വരും. എന്തിന്? വാങ്ങുന്ന ആളും അറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. എങ്ങനെ വാങ്ങുന്ന ആളും അറിയണ്ട, രഹസ്യമായിട്ട് സ്വതക്ക ചെയ്യാൻ മഹാന്മാരെന്നെ എഴുതി വെക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക്? എന്തായാലും സ്വതക്ക ചെയ്യുമ്പോ വാങ്ങുന്ന ആൾ അറിയുമല്ലോ, അവരും അറിയണ്ട. അതെങ്ങനെയാണ്? അത് ഒരു പാവപ്പെട്ട ആൾ അവിടെ കച്ചവടം നടത്തുന്നുണ്ട്. ട്രെയിനിലോ വഴിയോരത്തോ എവിടെയോ. എത്ര വില അച്ചാറിന്? 100 രൂപ. ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. 2 എടുക്കട്ടെ? എത്രയായത്? 200 ഒന്നും പോരാ. നിങ്ങൾ വെറുതെ നമുക്ക് വില കുറച്ചിരുന്നേ 500 കൊടുക്കുക. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക, ആ 300 സ്വതക്കയാണ് റബ്ബേ നീ സ്വീകരിക്കണേ. ഇയാൾ പോലും അത് അറിയണ്ട. കണ്ടോ, ആ 300 സ്വതക്ക കൊടുത്തത് ഒരു മനുഷ്യനും. അപ്പൊ പാവപ്പെട്ട ഒരു കച്ചവടം നടത്തുമ്പോ അങ്ങനെ ചിലപ്പോ ഹിക്മത്തില് ചെയ്യാം എന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കും. ഞാൻ ദീർഘിപ്പിക്കാൻ ഒരു ആശയം പറഞ്ഞു തന്നർത്ഥം. അധിക മനുഷ്യരും പരാജയപ്പെടുന്നത് ആരോഗ്യം, ഒഴിവ് സമയം. അതാണല്ലോ രണ്ടാമത്തത്. ആരോഗ്യത്തെ കുറിച്ച് ഇതുവരെ വയലു. ഒഴിവ് സമയം വേണ്ടതുപോലെ ഉപയോഗിക്കും. സമയം വേണ്ട പോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് മനുഷ്യന്മാര് പരാജയപ്പെടുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുണ്ടാവും. പുതിയ ആപ്പുകളൊക്കെ വരുന്നത് എനിക്കുപകാരമുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഏതുപോലെ ചില താത്താമാര് ടൗണിൽ പോകും. എന്തിനാ പോകുന്നത്? ഇന്നാലെന്ന ഷോപ്പില്, ആ ഷോപ്പിലുള്ളത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫാന്, സ്റ്റൂള്, ടേബിള്, ഇതൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടോ? ഉണ്ട്. പിന്നെ എന്തിനാ ആ ഷോപ്പിൽ പോണത്? അല്ല, ആ ഷോപ്പിൽ ഓഫർ ഉണ്ട്. ഓഫറിൽ എന്തോ എടുക്കാം. അതെല്ലാം നിങ്ങളെ വീട്ടിലില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാ പോകുന്നത്? അല്ല, ഓഫർ ഉണ്ടല്ലോ. ചങ്ങായിമാര്, ഓഫർ ഉണ്ടെങ്കിൽ ഒരു ഷോപ്പ് ഓഫർ പ്രഖ്യാപിച്ച താത്താമാരെന്തിനായി സർക്കിട്ട് അടിക്കണം? ഓടുന്നെന്തിനാ? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാന്നില്ല. എല്ലാത്തിലും നമ്മൾ വീഴരുത്. നമ്മളെ സമയം സ്വർഗം വാങ്ങാനുള്ള സമയങ്ങളാണ്. സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം കിട്ടും. നിങ്ങളൊന്ന് സുബ്ഹാനല്ലാഹ് ഇല്ല ഒറ്റൊരോട്ടം ഒന്നുകൂടി ഒന്നുകൂടി 3 മരം കിട്ടും സ്വർഗത്തിൽ. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തുന്ന, അല്ലാണ്ട് നരകത്തിൽ കടത്തിയിട്ട് മാങ്ങ കിലോ കൊടുത്തേക്കലല്ല. 3 സുബ്ഹാനല്ലാഹ് എല്ലാം എത്ര സമയം വേണ്ടി വന്നു? ഒരു സുബ്ഹാനല്ലാഹ്ക്ക് വേണ്ടത് 2 സെക്കൻഡാ. സുബ്ഹാനല്ലാഹ്. ഒരാളെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടത് 30 സെക്കൻഡാ. ഒരാളെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് 15 സ്വർഗീയ മരം വാങ്ങാൻ പറ്റും. മലക്കളിയാക്കുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിന്റെ മരം ഇങ്ങനെ വെച്ച് സെറ്റപ്പിലാക്കുമ്പോ ഉണ്ടാവും പെട്ടെന്ന് നിർത്തുന്നു. അപ്പൊ ബാക്കി മലക്കളൊക്കെ നിങ്ങളെന്താ പണി നിർത്തിയത്? ആ ചങ്ങായി വാട്സപ്പിൽ പോയി. പിന്നെ നല്ല വൃത്തിക്ക് ചെല്ലുന്നതിന് നിർത്തി. കണ്ടോ, നിർത്തരുത്.
ശരിക്കും ഒരാൾക്ക് സ്വർഗത്തിൽ പോവാന് സിമ്പിളായ വഴികൾ ഒരുപാടില്ലേ. ഒരു യാസീൻ സൂറത്ത് ഓതാൻ ആകെ വേണ്ട കാമണിക്കൂറാണ്. 10 ഖത്മ് തീർത്ത കൂലിയാ ഒരു യാസീൻ. അള്ളാഹ് അന്ന് ഓഫർ നോക്കിയ ആ ഓഫറിൽ നമ്മൾ പോകില്ല. വാശി വിഷയം ഓഫറിൽ കിട്ടണം പോവാ. പുരക്ക് 2 ഉണ്ടാവും, എന്നാലും വാങ്ങാൻ പോവാ. ഒരു കുൽഹുവല്ലാഹു സൂറത്ത് ഓതിയാൽ 10 ജുസ് ഓതിയ കൂലിയാ. ഒരു കുൽഹുവല്ലാഹു ഓതാൻ 1 മിനിറ്റ് വരെ വേണ്ടല്ലോ. 10 കുൽഹുവല്ലാഹു എല്ലാ ദിവസവും ഓതുന്നവർക്ക് സ്വർഗത്തിൽ വീട് കിട്ടും എന്നാണ് ഹദീസ്. 10 കുൽഹുവല്ലാഹു ഓതാൻ വേണ്ടത് ആകെ 2 മിനിറ്റ്. 86,400 സെക്കൻഡിന്റെ പേരാണ് 24 മണിക്കൂർ. അതിൽ 10 കുൽഹുവല്ലാഹു ഓതാൻ 2 മിനിറ്റ് നമുക്ക് ചെലവാക്കാൻ കഴിയാതിരിക്കുമ്പോഴും ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ ഉണ്ടാവല് 2:5:1:36 ഒക്കെ. ഒരു സൂറത്ത് കാഫിറൂൻ ഓതാൻ എത്ര മിനിറ്റ് വേണ്ടേ? 1 മിനിറ്റ് പോലും വേണ്ട. അതിനെത്ര കൂലി? ഖുർആന്റെ 4ൽ 1 ഭാഗം ഓതിയ കൂലിയാണ് സൂറത്ത് കാഫിറൂൻ ഓതിയത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്ത് ഓതിയാൽ 15 ജുസ് ഓതിയ കൂലിയാണ്. ഖുർആനിന്റെ പകുതി ഓതിയ കൂലിയാണ്. 1 മിനിറ്റ് വേണോ ഓതാൻ? വേണ്ട. നിങ്ങൾക്ക് ഉറങ്ങാൻ നേരത്ത് 1000 ആയത്ത് ഓതിക്കൂടേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ അങ്ങനെ എല്ലാ ദിവസവും കഴിയോ നബിയേ എന്ന് സ്വഹാബത്ത്. അൽഹാഖു തകാസുർ സൂറത്തു തകാസുറില്ലേ, അത് ഓതിയാ മതി. അത് ഓതാൻ 1 മിനിറ്റ് വേണോ? വേണ്ട. 1000 ആയത്ത് ഓതിയ കൂലിയും എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്ത് മൂപ്പര് ഇത് ഓതിയിട്ട് ഉറങ്ങുന്നെങ്കിൽ ഈ വയല് കേട്ട രാത്രി മുതൽ മൂപ്പരുടെ ഏടിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ മലക്കൾ 1000 ആയത്തിന്റെ കൂലി എഴുതൂലേ? എഴുതും. മൂപ്പരെങ്ങനെ പരാജയപ്പെടാൻ? സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ വഴി അല്ലാഹ് വെച്ചിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം 10 വീതം സ്വലാത്ത് ചൊല്ലിയാൽ അയാൾ ഈമാനോടെ മരിക്കുള്ളൂ, അയാൾ കാഫിറായി മരിക്കൂല. കണ്ടോ? ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവർക്ക് ഈമാനോടുള്ള മരണം ഓഫർ ഉണ്ട്. സ്വർഗത്തേക്ക് പോകണം, നന്നാവണം എന്ന് വിചാരിക്കുന്ന ഇഷ്ടം പോലെ വഴി അല്ലാഹ് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ വഴി. ഇതൊക്കെ എത്ര സിമ്പിളാ. ഒരു ഫാത്തിഹ ഓതിയാൽ ഖുർആനിൽ 3 ഭാഗമാക്കിയാൽ 2 ഭാഗം ഓതിയ കൂലിയ. 20 ജുസ് ഓതിയ കൂലിയ ഒരു ഫാത്തിഹ. എത്ര ഓഫർ വെച്ചിട്ടുണ്ട്. ഈ സമയങ്ങളൊക്കെ നല്ലതിന് ചെലവാക്കണം. ഇനി ആർക്കെങ്കിലും പറയാൻ കഴിയും ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ഇബാദത്തും ചെയ്തു കഴിഞ്ഞു? ഇല്ല. സ്വലാത്തില്ലയോ എനിക്ക് ഖുർആൻ ഓതിയോ എനിക്ക് ദിക്റില്ല, ഉമ്മാക്ക് ഖിദ്മത്ത്. ഉമ്മാന്റെ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയ ഹജ്ജ് ചെയ്ത കൂലിയ. അപ്പൊ ഒരു സഹാബി വെച്ച് ഒരു ദിവസം തന്നെ 100 തവണ നോക്കിയാലോ 1000 തവണ നോക്കി അതിനനുസരിച്ച് കൂലി കിട്ടും. കൂലികൾ ഇഷ്ടം പോലെ വാരിക്കൂട്ടാൻ സമയം കളയരുത്. ഓരോ ദിവസം ഉറങ്ങുമ്പോഴും 2 ആള് നമ്മുടെ ഇടതും വലതുമായിട്ട് വരും. വോട്ട് ചോദിക്കാൻ ഇടതും വലതും എന്നൊക്കെ പറയുന്ന പോലെ 2 ആള് വരും. ഓരോ ദിവസം ഉറങ്ങാൻ നേരത്തും ഇബ്ലീസും വരും, മലക്കും വരും. മലക്ക് വന്നിട്ട് പറയും എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് ഉറങ്ങുമോനെ, ഈ മരണത്തിലെങ്ങാനും മരിച്ചാലോ. ലാസ്റ്റ് മൊമെന്റ് ആണ് ഈ ദിവസത്തെ. എന്തെങ്കിലും ഒന്ന് ചെയ്തോ, അഥവാ എന്തെങ്കിലും നീ തെറ്റ് ചെയ്തു പോയാൽ തന്നെ ലാസ്റ്റ് നന്മ ചെയ്താൽ ചിലപ്പോ ആ നന്മന്റെ വർക്കത്തുള്ള അല്ല പുറത്തെന്നാലോ ആ ഏടിലുള്ള തെറ്റൊക്കെ മായ്ച്ചു കളയാൻ. അതുകൊണ്ട് മോനെ ഹദ്ദാദില്ലയോ ഉറങ്ങുമ്പോ ഒന്നുണ്ടായിനോ? ഒന്നെടുത്തോ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ട് ഉറങ്ങടാ എന്ന് മലക്കോ. അതേ സമയം ഇബ്ലീസ് തുരപ്പുണ്ടാക്കും അപ്പുറത്ത്. ഇന്നല്ലേ ഫൈനല്? കണ്ടാ 2GB ഇന്നല്ലേ തീരല്? 12 മണിക്ക് 10 മണിയായില്ലേ? നെറ്റ് ഉപയോഗിക്കടാ മക്കളെ. ആ നെറ്റ് തീർന്നാല് നമ്മളെ ആയുസ് വെറുതെ തീരരുത് എന്നല്ലേ അവൻ ചിന്തിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം സ്നേഹത്തോടെ പറയാം. നമുക്ക് അള്ളാഹു 500 കൊല്ലം ആയുസ് തന്നു, മരിച്ചു. പിന്നെ ഒരു 500 കൊല്ലം കൂടി കിടക്കട്ടെ എന്നിട്ട് 1000 ആയി, പിന്നെ ഒരു 1000, 2000, പിന്നെ ഒരു 2000, 4000, പിന്നെ ഒരു 4, 8000, പിന്നെയും ഒരു 8000, 16000 കൊല്ലം തന്നു. എന്നാലും റീൽസിൽ യൂട്യൂബിൽ വീഡിയോസ് മൊത്തം കണ്ടു തീർക്കാൻ ഇനിയും വീഡിയോ ബാക്കിയുണ്ടോ?
ഇത് കാണലല്ല നമ്മളെ ജീവിതം. കേട്ടാ ഒരാൾ ബൂട്ട് കെട്ടുന്നത്, വേറൊരാൾ ബൂട്ട് ഇരിക്കുന്നത്. എന്തിനാ മക്കളെ ആയുസ് കളയുന്നത്? ആ 30 സെക്കൻഡ് കൊണ്ട് സ്വർഗം വാങ്ങാം. അതല്ലേ പറഞ്ഞത്? ഒരാള് നരകത്തിലെത്തിയാൽ അയാൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? കുറച്ച് സമയം തരോ. ഒരാൾ മരിക്കുമ്പോൾ അയാൾ ചോദിക്കലും തന്നെ കുറച്ച് സമയം തരും. എത്ര സമയം വേണം? ഒരു മണിക്കൂറും തരാൻ കഴിയില്ല. ഇല്ല അരമണിക്കൂർ, ഒരു മണിക്കൂർ തന്നെ തരാൻ. പിന്നെ അങ്ങനെ ഒരു ദിവസം തരും. എന്നാ 1 മിനിറ്റ് ഇല്ല, അര മിനിറ്റ് ഇല്ല, 1 സെക്കൻഡ് ഇല്ല, എന്നാ 1/2 സെക്കൻഡ് ഇല്ല. അല്ല, എനിക്ക് 1 സെക്കൻഡിൽ കിട്ടിയിട്ട് എന്താ വേണ്ടത്? സുബ്ഹാനല്ലാഹ്, സുബെങ്കിലും ചെല്ലാല്ലേ. സീനുമായി ഭാഗമായി. അപ്പൊ ഒന്നിന് 10 കൂലി 20 കൂലി കിട്ടുമല്ല. ലാസ്റ്റ് ടുഡേ 2:36 ആകുമ്പോ അത് ചിന്തിച്ചിട്ടില്ല. ഇല്ലല്ല കടക്കട അവിടെ. ഇനി ഒരാൾ നരകത്തിലെത്തിയാൽ അയാൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ എന്താ ഉണ്ടായാല്? വണ്ടിയാണോ, ഭാര്യയാണോ, വീടാണോ, സമ്പത്താണോ, ഫുഡാണോ? ഇതൊന്നുമല്ല ചോദിക്കുക. റബ്ബനാ, നമ്മുടെ റബ്ബേന്ന്. അപ്പൊ അള്ളാഹു എന്താ? അഖ്രിജ്നാ, എന്നെ നരകത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? ഫുഡാ? അല്ല, പിന്നെന്താ വേണ്ടത്? സമയം തരും. എന്തിന്? നഅമൽ സ്വാലിഹൻ, നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഒന്നുമില്ല, പണ്ടത്തെ പോലെ റീൽസ് തന്നെ ഇതിന്റെ ജീവിതം. ബ്ലൂടൂത്ത് വേറെ ഒന്നും അല്ല. ഞാൻ നന്നാവും, ഉറപ്പ്. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഖുർആനാണോ ഓതുന്നത്? ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ടത്തെ ഒരു പൊട്ടൻ ജീവിതം ഞാൻ നടത്തൂല, നല്ല നിലക്ക് ഞാൻ ജീവിച്ചോ. അപ്പൊ അള്ളാന്റെ ചോദ്യം, അതെന്താ പണ്ടൊന്നും നീ നല്ലത് ചെയ്യായിരുന്നേ? കുറെ ഫോണിൽ നോക്കി കാലം തീർക്കാം. അത് തുറന്നു പറയും. പറഞ്ഞൂല, പ്രശ്നമില്ല, പറയൂ. എന്താ പ്രശ്നം? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ വരെ അടിച്ച് പൊളിച്ച്, പിന്നെ റമദാനൊക്കെ വന്ന് നന്നാവാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഫൈനൽ ഇയർ കാലത്ത് ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ മരിച്ചു. അങ്ങനെ 21 വയസ്സ് മരിച്ചതാ. അത് ശരി. അപ്പൊ കാര്യമായിട്ടൊന്നും നന്നാവാനുള്ള പ്രായം കിട്ടിയില്ല അല്ലേ പറയുന്നത്? അതെ. മാഡം എന്താ പറഞ്ഞത്? പെണ്ണുങ്ങെന്താ പറഞ്ഞത്? ഞാന് ഒരു 10-30 വയസ്സ് വരെ ജീവിക്കുന്നില്ല, എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടായിന്. പിന്നെ ഒരു 23-ാം വയസ്സിൽ പെട്ടെന്ന് ആക്സിഡന്റ്, പോസ്റ്റ്മോർട്ടം. അപ്പൊ നിങ്ങള് മൊത്തത്തിലുള്ള TV തന്നെയല്ലേ, നിങ്ങള് ഗ്രൂപ്പല്ലേ? അപ്പൊ കാര്യമായിട്ട് പ്രായം കിട്ടിയിട്ടില്ല നന്നാവാൻ, അതല്ലേ പറഞ്ഞു വരുന്നത്? അതെ. അപ്പൊ അള്ളാന്റെ നെഞ്ചി കുത്തുന്ന ഒരു ചോദ്യം വരും. എന്താ ചോദ്യം എന്നറിയോ? ഖുർആനിൽ നേരത്തെ തന്നെ ചോദിച്ചു വെച്ചേക്കുന്നത് നമ്മൾ നന്നാവാനാ. എന്താ ചോദ്യം എന്നറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. വയസ്സെത്ര സാറേ? മരിക്കുമ്പോ 21. 15 വയസ്സുള്ള ചുണക്കുട്ടികളായ ആൺകുട്ടികളാണ് സ്വർഗത്തിൽ. പ്ലസ് 6 കൊല്ലം കിട്ടിയിട്ടില്ലേ? നന്നാവണം കാത്രന്റെ പ്രായമൊക്കെ മാറ്റി കേട്ടോ. മേഡം എത്ര പറഞ്ഞ? 23. 20 വയസ്സുള്ള എത്ര ആയിരങ്ങളാണ് സ്വർഗത്തില്? +3 കൊല്ലം. ലാസ്റ്റ് സീൻ ടുഡേ 1:35.